قال سيدنا ونبينا محمد صلى الله عليه وسلم خير الناس من طال عمره وحسن عمله سيدنا رسول الله صلى الله عليه وسلم ومن تكن برسول الله نصره إن تلقه الهند في آجامها مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله وبركاته. ബഹുമാനമുള്ള ഉസ്താദുമാർ, നേതാക്കന്മാർ, ഹിരിയങ്ങ ചങ്ങായിമാർ, പെങ്ങന്മാർ, പിർസപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അൽഹംദുലില്ലാഹ് സമയ 10:15 ഇൻഷാ അല്ലാഹ് നിയത്താക്കിയിട്ട് സുബഹി ബാങ്ക് നിപ്പാട്ട ഏതായിട്ടും പള്ളിയില് ആണിങ്ങളായ പുതിയ ഇമാമുണ്ടോ മജീദ് അയാളെ സുബഹിച്ചിട്ട് ഉടറൗത്ത് പോകാം. ഉള്ളാൽ ഖുതുബ് സമാൻ സയ്യിദ് മുഹമ്മദ് ശരീഫ് മദനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉറൂസ് ഉള്ളാളത്തെ അതൊരു ഉറൂസ്. തന്റെ ഓർമ്മ സമായികളുടെ 55 വർഷം മുതലേ ഞാൻ ഉറൂസ് ബന്ധരെ ചെമ്മത്താൽ സ്റ്റേജിൽ 55 വർഷം മുതലും ഉള്ളാളത്ത് ഓർമ്മയുണ്ട്. പണ്ട് മുതൽ ഇണ്ട് വരേക്കും അല്ലാഹുടെ ആയിട്ടില്ല. വലിയ ഉലമാക്കന്മാർ സാദാത്യങ്ങൾ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരടക്കം ഉള്ളാളത്തെ കാര്യക്രമത്തിൽ ഭാഗവഹിച്ചത് ഓർമ്മലുണ്ട്. ഈ ദേശത്തെ പ്രഗൽഭരായ ആലിമീങ്ങളും സാദാത്യങ്ങളും സൂഫി വര്യന്മാരും ആരിഫീങ്ങളും സംബന്ധിക്കടെ പാൽകളുടെ ഉറൂസ് ഉള്ളാള വിശേഷത്തെ ധാരാളം ഇൽമായിട്ടുണ്ട്. സുമാർ ഒരു തിങ്കളോളം നടക്കടെ നസീഹത്ത് ഇൽമ് വഅദ് കാര്യക്രമം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാ കാര്യക്രമം എല്ലാ ദർഗാസമിതിക്കും ഒരു മാതൃകയുള്ള രൂപത്തിൽ ഉള്ളാളത്തെ കണ്ടോണ്ടുണ്ടോ. ഇതിരെ പ്രധാനപ്പെട്ട കാരണം ഉലമാ അഹ്ലുൽ ഇൽമുകളുടെ മാർഗദർശനവും അങ്ങനെ നായകത്വവും അങ്ങനെ ഉപദേശവും നിർദ്ദേശമായി വലിയ അനാവശ്യങ്ങൾ കാണാട്ടെ
വേണ്ടാത്തരങ്ങൾ നടക്കാണ്ട് ഇസ്ലാമിക ശരീഅത്തിന് ബദ്ധമായ നിലക്കുള്ള ഉറൂസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യക്രമങ്ങളും ಅದರೊಟ್ಟಿಗೆ വലിയ ഇൽമുടെ കേന്ദ്ര ദുനിയവിയായ ഇൽമും ദീനിയായ ഇൽമും സമന്വയമായ നിലക്ക് കൊടുക്കട വലിയൊരു കേന്ദ്രം. ഒരു കാലത്ത് ഞങ്ങളെ കർണാടകത്തിലെ ഒരു കോലി ഹലാലാക്കണമെങ്കിൽ കിലോമീറ്റർ നടന്നുകൊണ്ട് പോകേണ്ട അങ്ങനത്തെ ഒരു കാലം ഉസ്താദന്മാരെ ഭാര്യ അഭാവ ആലിമീങ്ങളെ അൽഹംദുലില്ലാഹ് ധാരാളം ആലിമീങ്ങളെ കർണാടക സ്റ്റേറ്റിൽ ഉണ്ടാക്കുക വലിയൊരു വലിയൊരു പാത്ര ഉള്ള ആൾ സയ്യിദ് മദനി റഹിമഹുല്ലാ തങ്ങളെ ഉണ്ടോണ്ട് ചൊന്നിട്ടു അല്ല ഉറപ്പിച്ചു ചൊല്ലാം. കർണാടകത്തെ വലിയ വലിയ ആലിമീങ്ങളും ഖാലിമാരും വലിയ വലിയ സാദാത്തുകളും കർണാടകത്തിൽ മാത്രം കേരളത്തിലുമുള്ള വലിയ വലിയ ആലിമീങ്ങളല്ല ധാരാളം സയ്യിദ് മദനി റഹ്മഹുല്ലാഹു തങ്ങളെ കാരണമായിട്ട് കൊണ്ട് ചൊല്ലാം. പണ്ട് മുതലേ ഇൽമുടെ കേന്ദ്ര ഞങ്ങളെ എൻ്റെ ബാപ്പ മൂടുബിദിരി 50 വർഷത്തോളം ഖതീബായിട്ട് എൻ്റെ മാപ്പ ഇസ്മായിൽ ഹാജി അല്ലാഹു ഖബർ വിളിച്ചാക്കട്ടെ. ഇതേ ഉള്ളാളത്ത് പണ്ട് കിതാബ് ഓതി പഠിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ താജുൽ ഉലമ ബണ്ടാണ മുതലും പലയ ഖതീബ് ആയിട്ടെന്നെ ബഹുമാനപ്പെട്ട യൂസുഫ് മുസ്ലിയാർ ചൊല്ലെ വലിയ ആലിമിന്ത് ഞങ്ങളെ അബ്ദുർ റഊഫ് ഉസ്താദിന്റെ ബാപ്പ ആ മഹാന്റെ ഒട്ടുകു ഇതേ ഉള്ളാളത്ത് കിതാബ് ഓതി പഠിച്ചിട്ട് ദർസിൽ കിതാബ് ഓതി പഠിച്ചതായിട്ട് എൻ്റെ അനുഭവത്തിലുണ്ട്. അങ്ങനെ പണ്ട് മുതലേ ഇൽമുടെ പ്രഭാവ ബീരി അങ്ങനത്തെ ഒരു പ്രദേശ ഉള്ളാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഇതിന്റെ ഖിയാമത്ത് നാൾ തോലെ നിലനിപ്പാട്ടി തരട്ട് ചൊന്നിട്ട് ഞങ്ങൾ എല്ലാവരും ദ്വാരക്ക. ഇൽമു കൊണ്ടു മനുഷ്യരുടെ ജീവിത ക്രമീകരണം ഉണ്ടാവുന്നു. അറിവ് കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ നന്മ ധാരാളം ഉണ്ടാവുക സാധ്യത. ആഫാത്തുൽ ജഹ്ലി ലാ തുസ്തഖ്സാ ഇൽമില്ലാണ്ട് അറിവില്ലായ്മ ചൊല്ലുന്നത് ജഹാലിയത്ത് അത് ചെമ്മ അപായത്തുക ചെമ്മ സമസ്യക്ക് കാരണമായിട്ട് തീർന്നു. അതുകൊണ്ട് ഇൽമുടെ യാര പ്രചാരവും അതുക്കുള്ള യാര പ്രോത്സാഹവും കൊടുക്കുമ്പോ നല്ലൊരു തലമുറ നല്ലൊരു സംസ്കാരവോട് സൃഷ്ടിയാവോട് പസരട്. ധാരാളം ഇൽമുടെ അഹ്ലിക്കാർ ഒരു ആലിം ഉള്ളാളത്ത് പഠിച്ചൊരു ആലിം ഒരു മദനിയായിട്ട് ഒരു പ്രദേശത്ത് പോകുമ്പോ അയാൾ ആ പ്രദേശത്തെ നേതൃത്വമെടുത്തിട്ട് ആ പ്രദേശത്തെ ധാർമ്മിക ശൈക്ഷണിക സാംസ്കൃതികമായ ബലവണികക്ക് അയാൾ കാരണമാവും. ഒരു കുടുംബത്തിൽ ഒരു ആലിമിന്നെങ്കിൽ ഒരു ഇൽമു ഉള്ള ആൾ അറിവ് ഉള്ള ആൾ ഇൽമു എന്നെങ്കിൽ തെരിഞ്ഞ ആൾ പഠിപ്പ് ഉള്ള ഒരാൾ ഒരു കുടുംബത്തിൽ ഇനി കുടുംബത്തിക്ക് ഒരു വെളിച്ച അയാളെ നല്ലതനത്തെ അയാളെ അയാളെ ഹൈറ് അയാളെ നന്മ അത് പസരിസിറ്
അയാളെ കൊണ്ട് ഇടീ കുടുംബത്തിന് അതിന് പ്രഭാവ ബീർന്നു. അതുകൊണ്ട് അള്ളാഹുടെ ഔലിയാ എവിടെ പോയെങ്കിലും അവിടെ യാറെ പ്രാമുഖ്യത്തെ കൊടുത്ത എന്നെ മാലിക്കുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ നോക്കാം. ഗുൽബർഗ ഷരീഫ് പോയെങ്കിൽ ഖാജ ബന്ദേ നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ദർബാറിലും ധാരാളം ഇൽമുടെ കേന്ദ്രം കൊണ്ടു. സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളെ ദർബാർ അജ്മീർ ഷരീഫ് പോയെങ്കിൽ ധാരാളം അറിവുടെ കേന്ദ്രങ്ങൾ അവിടെ കാണും. അള്ളാഹുടെ ഔലിയാ ഒരു ഭാഗത്തിൽ അപപ്രചാരവും അപസ്വരവും എത്ര നല്ലതുണ്ടോ അതിനെ വിരുദ്ധം അവിടെ ബെടക്കും അപപ്രചാരം ഉണ്ടാവും. നല്ലതുക്ക് യാറെ അപപ്രചാരം ഉണ്ട്. അതൊരു വിഭാഗ വേണി. ഒരർത്ഥത്തിൽ നന്മയുടെ ആൾമാരെ വന്തുക അങ്ങ് വേണം, അങ്ങ് അവിടെ ഹിസാറത്താക്കിയിട്ട്. ഖാജ തങ്ങളെ ദർബാർ പോയെങ്കിൽ ധാരാളം മുഈനിങ്ങ ചൊല്ലേ, ധാരാളം ഇൽമു അവിടെ പ്രചാരമായിട്ടുണ്ട്, കൊടുത്തോട്ടുണ്ട്. അങ്ങനെ ഏതൊരു ദർഗ അല്ലാഹുടെ ഔലിയാക്കന്മാർ യാറെ പ്രാമുഖ്യത്തെ കൊടുത്ത എന്നെ അണ്ടും ഇണ്ടും അങ്ങ് ഇൽമുകു അതിന്റെ ഉദ്ദേശം അല്ലാഹുടെ ദീനിന്റെ ജീമത്തോടു കൂടി അതിനെ സജീവമാക്കണേ, അതിന് ഹയാത്ത് ഉണ്ടാക്കണേ, അതിന് ഓരോരോ സംസ്കാരത്തെ നടപ്പിൽ ഗവണ്ടേ, അതിനെ പ്രചാരാക്കണേ, അതിനെ ജാരിയാക്കുള്ള പ്രയത്നാക്കണേ. അത് ഇൽമുടെ പവറായിട്ട് ഞങ്ങൾ ചൊല്ലില്ലേ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമുടെ ജീമക്കലെ, ഇസ്ലാമുടെ ഹയാത്ത്. ആ ഹയാത്ത് ഉണ്ടാവണമെങ്കിൽ ഇൽമുണ്ടാവണം. ആ ഇൽമു ഉണ്ടാവുമ്പോ ഇസ്ലാമുടെ ഓരോരോ ആശയങ്ങ ആദർശങ്ങ അത് ഇവിടെ പ്രാബല്യത്തിൽ പണ്ട് മനുഷ്യരുടെ വ്യക്തി ജീവിതത്തിലും പണ്ട് അവന്റെ കൗട്ടുംബിക ജീവിതത്തിലും അത് പസർന്ന് അവന്റെ സാമാജിക ക്ഷേത്രത്തിലും അത് വിസ്തരണാവും. അതുകൊണ്ട് ഇൽമുടെ കേന്ദ്രങ്ങ ഉള്ളാളത്തെ ഉറൂസ് നടക്കുമ്പോ 25 വാള് 4 ജണ്ടാല് 3 പോലെ അതിൽ ധാർമ്മിക ജാഗ്രത ഉണ്ടാവും, അതിൽ ശൈക്ഷണികമായ ആ ഒരു പ്രഗതിയുടെ വകയിലൊരു മനുഷ്യക്ക് ചിന്തനക്ക് അവകാശം കൊടുക്കുന്നു. മൊത്തത്തിൽ ഇൽമുകു യാറെ പ്രാമുഖ്യത്തെ കൊടുത്തത് അള്ളാഹുടെ ഔലിയാക്കന്മാരും ഉലമായുടെ അകലെ പ്രവർത്തനായിട്ട് മനുഷ്യരുടെ നന്മക്ക് യാറെ സപ്പോർട്ടാക്കും. നന്മല്ലേ മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പം വേണമായത് നന്മക വേണം. ദുനിയാവിലുള്ളതേ ജണ്ട് വന്ന് നല്ലതും വന്ന് ബെടക്ക്. നല്ലതുക്ക് യാറെ എല്ലാ മുഖത്തിലും പ്രചാരം കൊടുക്കണു, സപ്പോർട്ടാക്കണു. പണ്ടേ താജുല്ലുലമയുടെ ഏത് പ്രസംഗത്തിലും വരെ ചെന്നോണ്ടിരുന്ന ഒരു ഓർമ്മ, അദ്ദീനു വളുഉൻ ഇലാഹിയുൻ സായിഖുൻ ബിദ്ദാതി ഇലൽ ഖൈർ. ദീന് ചൊന്നെങ്കിൽ ദീന് കേവലം താടിയും തലേക്കെട്ടല്ല, പച്ച തട്ട അല്ല. ദീന് ചെന്നെങ്കിൽ മനുഷ്യരുടെ നന്മക്ക് കൊമ്പോണ്ടകത്തെ ഒരു വ്യവസ്ഥ, മനുഷ്യരുടെ ഹൈറായ ഭാഗത്ത് നല്ല ഭാഗത്ത് മനുഷ്യരെ കൊണ്ടുപോകേണ്ടങ്ങനത്തെ ഒരു വ്യവസ്ഥ സിസ്റ്റമാറ്റിക് ആയിട്ട് ദീന് ചൊല്ലത്. അതുകൊണ്ട് ദീന് പഠിച്ചെങ്കിൽ മാത്രം മനുഷ്യ നന്മകയാറ പ്രോത്സാഹന. അനാവശ്യത്തിന് പോണ്ടില്ല, അനാവശ്യമായി പലക്ക വരിയില്ല, അനാവശ്യമായ പ്രവർത്തനമില്ല. മനുഷ്യക്ക് ബുദ്ധിമുട്ട് ആവുടെ രൂപത്തിലുള്ളവന്റെ യാതൊരു ചലന വലന നടയ നുടി ഉണ്ടാവില്ല. അതല്ല മുഅ്മിനായ മനുഷ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം 63 വർഷത്തെ ജീവിതത്തിൽ സമ്പൂർണമായിട്ടും അത് മനുഷ്യരുടെ
പ്രതിയൊരു മനുഷ്യരുടെ ജീവിതത്തെ നന്മക തീർക്കുന്ന ജീവനായിട്ട് ഒരു ക്ഷണം പോലും അല്ലാഹുവിന്റെ ഹബീബിയുടെ ജീവിതത്തിൽ മനുഷ്യരുടെ ബതുക്കവും മാർഗമായ ഒരേ ഒരു സന്ദേശമാ ഒരു പ്രവർത്തനമാ കാണുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ 63 വർഷത്തെ ഓരോരോ ക്ഷണത്തെയും നമുക്കുണ്ട് റെക്കോർഡുകൾ ദാഖലുണ്ട്. എന്തൊരു ചെന്നൊരു എങ്ങനെ നടന്നറ്, എന്തൊരു ആക്കിട്, എങ്ങനെ കിടന്നറ്, എങ്ങനെ തിണ്ടറ്, എങ്ങനെ കുടിച്ചിര്, സമ്പൂർണമായ മാഹിത്യം ഞങ്ങളെ മുട്ടും. ദുനിയാവിൽ ഒരാൾക്കും ഇത്രയും ഒരു ചരിത്ര അടങ്ങടെ ഒരു നേതൃത്വ ഒരു ലീഡർഷിപ്പ് കാണുക സാധ്യമാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ കിടാവായിട്ടെന്നപ്പ ഹലീമ ബീബി റളിയല്ലാഹു അൻഹയോട് കിടന്നിട്ട് ആ തൊട്ടിലിട്ട് പാടിയ പാട്ട് പോലും ഞങ്ങളോട് ദാഖലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര ഓരോ യാത്രത്തെയും വിശാലമായ ചരിത്രത്തെ ദാഖല ഞങ്ങളെ മുട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടങ്ങിയിട്ട് തന്റെ എല്ലാ ബാപ്പമാരെയും അജ്ജമാരെയും പിജ്ജന്മാരെയും ആദം അലൈഹിസ്സലാം വരേക്കുള്ള എല്ലാ അജ്ജ പിജ്ജമാരെയും പേരും അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും ഞങ്ങളുടെ കയ്യിൽ ദാഖലുണ്ട്. ഇത്ര ഇന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയും ഇടവിട്ടില്ല, ഇടങ്ങിട്ടില്ല. ഓരോരോ ജീവിതമേ സന്ദേശം, നല്ല സന്ദേശങ്ങൾ, ഒരു കളവ് ചൊന്നില്ല, ഒരു മോശാക്കില്ല. ഒരാൾക്ക് ഒരിക്കലും അനഗത്യമായിട്ട് നൊമ്പലാക്കില്ല. അത് ചരിത്രമല്ലേ നിങ്ങളെ മുട്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാമ്പത്യ ജീവിതം നയിച്ചപ്പ ഒന്നര കാണിയാറെ പെഞ്ഞി മാറി അവിടെ എവിടെയെങ്കിലും സമസ്യങ്ങൾ കണ്ടില്ല, സംഘർഷങ്ങൾ ഉണ്ടായില്ല. പ്രതിയൊന്നിലും കൂടി 100% സക്സസ്ഫുള്ളായ ജീവിതം നയിച്ചു. അവിടുത്തെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അങ്ങും അതേ മാർഗം സ്വീകരിച്ചു വന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണത്തിൽ ആ ഇൽമു അവിടെ പസരസിയപ്പ 1,00,000 ചില്ലറ ബണ്ട സ്വഹാബത്തുങ്ങ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാപരമായ ന്യായമൂർത്തികളെ പോലെ അങ്ങ് ഏറ്റവും ദുനിയാവിൽ തിളങ്ങി നിന്റാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത്, എല്ലാ സ്വഹാബത്തും അങ്ങനെ എല്ലാവരുടെ ചരിത്രം ഞങ്ങളെ മുട്ടും. ചുരുങ്ങിയ കാലത്ത് നിബിധങ്ങളെ കൂടെ ശിക്ഷണത്തിൽ വന്നപ്പ അങ്ങെല്ലാരും ഏറ്റവും നല്ല മഹാന്മാരായ അങ്ങ് കളവ് ചൊല്ലല്ല, അങ്ങ് ഇബാദത്തിൽ പെർഫെക്റ്റ്, അങ്ങനെ നടേ നുടി ജീവന ശൈലി, അങ്ങനെ സ്വഭാവ ഗുണങ്ങ, അങ്ങനെ പെരുമാറ്റങ്ങ അതെല്ലാം അച്ചുകട്ടായി. അങ്ങ് അപ്പപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നിങ്ങളുടെ ജീവിത ക്രമീകരണം ഇത് ജീവിത താത്കാലിക. മുതൽക്ക് നിങ്ങൾക്ക് ഗംഭീരമായ ഭയാനകമായ ഒരു ജീവനുണ്ട്. അവിടെ പോയിട്ട് തയ്യാറെടുപ്പ് നടത്തണം. നിങ്ങളെ ഊടെ ആക്കിയ ഓരോരോ വിഷയത്തെയും അത് ദാഖലാവിടും. അത് ഗംഭീരമായ നിലക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് ആഖിറത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ചെറിയൊരു നല്ല പണിയെടുത്തെങ്കിൽ ಅದಕ್ಕೆ വലിയ ದುಪ್ಪಟ್ಟು നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടുകൊണ്ട് എച്ചരിക്ക കൊടുത്തു. അങ്ങത് സ്വീകരിച്ച അതിന്റെ ഫലമായിട്ട് അങ്ങ് പരസ്പര നന്മ ചെയ്യൂ തുടങ്ങിയാൽ അവിടുത്തെ ഒരു കാലത്ത് മദീന ചൊല്ലുന്ന രായത്ത് ഉണ്ട്. അതേ അറിയപ്പെട്ട മദീന ഒരു ഫാമിലി ഒടഞ്ഞിട്ട് പരസ്പര തകരാറാക്കിട്ട് അടിപടക്കാക്കിട്ട് ಸುಮಾರು ಶತಮಾನ ಕಾಲ ಆಗ ಗುಂಪು ಘರ್ಷಣಾಗಿಟ್ಟು ಕೌಟುಂಬಿಕ ಕಲಹത്തിൽ ഔസ് ഖസ്റജ് ഒരേ കുടുംബ പിണങ്ങിയിട്ട് ജണ്ടായത് അങ്ങ് ഒന്നായാർ. ഒരു പ്രശാന്തമായ വാതാവരണം അവിടെ ഉണ്ടായിട്ട് അങ്ങനെ മുന്നിൽ വെച്ച്
ഇതാ നിങ്ങൾ നന്മ ചെയ്യുന്നെങ്കിൽ വലിയ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, സവാബുണ്ട്. നിങ്ങൾ തിന്മ ചെയ്യുന്നെങ്കിൽ വേണ്ടാത്ര ഭയാനകമായ ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ ആർക്കും തടുക്കോ തീരില്ല. ചെന്നിട്ടുള്ള ആ ഒരു എച്ചര ഉണ്ടാക്കി. ഈ എച്ചര എല്ലാവരുടെ ഖൽബിലും അവിടെ ഉണ്ടായി. അതുകൊണ്ട് സ്വഹാബത്തുൽ കിറാം ഉദൂലുൻ, ഏറ്റവും വലിയ നീതിയുള്ള ന്യായനിഷ്ഠരായ മഹാന്മാരായ അങ്ങ് സത്യവാന്മാരായ ചൊന്തു അസ്ഹാബി കന്നുജൂം, നന്റെ എല്ലാ സ്വഹാബത്തും നക്ഷത്രങ്ങളെ പോലെ. നക്ഷത്ര ചെന്നെങ്കിൽ അത്ര ചന്ദ്രല്ലാറുണ്ടല്ല, അങ്ങോട്ട് നിങ്ങൾക്ക് ആരോട്ടും തുടരാ. ദിക്കു തപ്പിയപ്പ തെരു കാണണ്ടായപ്പ നക്ഷത്രത്തെ കണ്ടിട്ട് ആ ദിക്ക് പിടിച്ചു പോകും പോലെ സത്യ അസത്യ മനുഷ്യന്മാരുടെ സമസ്യ ഉണ്ടാകുമ്പോ സത്യത്തെ ഭാഗത്ത് പോകും നിങ്ങൾക്ക് ഓരോരോ സ്വഹാബിയുടെ തുടരാ. അങ്ങെല്ലാവരും സത്യവന്മാർ, അങ്ങ് ഹക്കുറായിരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറപ്പ് കാട്ടിക്കൊടുത്തു ചൊന്നം പറഞ്ഞ വിഷയ. അപ്പൊ നന്മക്ക് യാറെ പ്രോത്സാഹം കൊടുക്കുക ഇൽമു കൊണ്ട്. വിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്നു, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആരെങ്കിലും നല്ല പണിയെടുത്തെങ്കിൽ, സ്വാലിഹായ അമൽ ചെന്നെങ്കിൽ നിസ്കരിക്കാറുണ്ടേയില്ല. നിസ്കാരം മാത്രമല്ല, നോമ്പ് മാത്രമല്ല, നല്ല പണി ഏതെടുത്തെങ്കിലും ആരെടുത്തെങ്കിലും ഈമാനോടുകൂടി അവനക്ക് നല്ല ജീവിതം, സുഖ ജീവന കൊടുക്കുവാൻ ആഖിറത്തിലല്ല ദുനിയാവിൽ. ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഹാപ്പി ലൈഫ്, സുഖജീവന. അതിപ്പോ ഞങ്ങളെ നോക്കുക, നല്ല പണിയെടുത്ത ആൾമാർക്ക് എപ്പോ ഹാപ്പി ആയിട്ട് കിടങ്ങ. അങ്ക് കേസില്ല, അങ്ക് സമസ്യ ഇല്ല, നല്ല പണിയെടുക്കണോ. ഓരോരുത്തർ നന്റെ നഫ്സിലോട്ട് നിങ്ങളോട് ചൊല്ലേ, എപ്പം നല്ല പണി മാത്രം നിങ്ങൾ എടുക്കണം. നല്ല പണിയെടുക്കണോ, നല്ല കർമ്മങ്ങൾ ചെയ്യണോ, നല്ല അമൽ ചെയ്യണോ, നല്ല പലക്ക പറയണോ, ബെടക്കട വിടണോ, ബെടക്കായ പ്രവർത്തനം വിടണം. നല്ല പണിയെടുത്തെങ്കിൽ അല്ലാഹു തആല ഖുർആനിൽ ചൊല്ല ഖണ്ഡിതമായിട്ടും നമുക്ക് സുഖജീവന കൊടുക്കണം, സന്തോഷത്തെ ജീവൻ, നെമ്മതി ഉണ്ടാവും. ചന്തത്തിൽ കിടന്നെങ്കിൽ വറക്ക് പറക്കും. മനുഷ്യക്ക് ഏറ്റവും വലിയ വിഷയം ഇവിടെ പൈസ അല്ല, സ്വത്തല്ല, സമ്പത്തല്ല, വലിയ വലിയ ഫ്ലാറ്റ് അല്ല, വലിയ വലിയ പ്ലാന്റ് അല്ല, തോട്ടല്ല. മനുഷ്യക്ക് നെമ്മതി, ശാന്തി. അത് വേണമെങ്കിൽ മനുഷ്യൻ സ്വാലിഹായ നല്ല അമൽ ചെയ്യണോ. ഖണ്ഡിത അങ്ക് സുഖജീവന കൊടുക്കുവാൻ വിശുദ്ധമായ ഖുർആന്റെ ഭരവസ. പിന്നെ ചൊല്ലുന്ന വല്ല നജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ദുനിയാവിലെ സുഖജീവന മാത്രമല്ല, ആഖിറത്തിൽ ഏറ്റവും അത്യുത്തമമായ രൂപത്തിൽ, നല്ല രൂപത്തിൽ പ്രതിഫലവും കൊടുക്കുകൊണ്ടവണുകോ. അപ്പൊ ഒരു മനുഷ്യക്ക് ദുനിയാവും ആഖിറവും രണ്ടും കിട്ടണമെങ്കിൽ ആക്കണായത് നല്ല പണിയെടുക്കണോ, ബടക്കിടപെടണോ. ബഹുമാനപ്പെട്ട ഇമാമിങ് പഠിപ്പാട്ടി ഇസ്ലാം ദീന് ചൊന്നെങ്കിൽ മനുഷ്യരുടെ നല്ലത് കൊമ്പൂണ്ട വസ്തു. അതേ ഞങ്ങൾ ഓരോ മനുഷ്യന്മാർ 24 മണിക്കൂർ ഞങ്ങൾ ചൊല്ലുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹ് നല്ല തെരുൾ ഞങ്ങളെ ആക്കണോ. 4 പൂണിയിൽ പാട്ട് ചൊല്ലാം. നല്ല തെരു, നല്ല പണി, നല്ല പണി. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ. ഖുർആന്റെ പച്ചയായ ഓഫർ അത്. ഒരു നല്ലത് നിങ്ങൾ എടുത്തെങ്കിൽ കോടി മിനിമം 10 പ്രതിഫലം ഉണ്ട്. അർത്ഥമായിത്താ? നല്ല പണി എന്നെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം, 10 രൂപ കൊടുക്കണം, അതല്ല. ഒരു മനുഷ്യരെ മുഖം നോക്കിയിട്ട് ഒരു സന്തോഷത്തോടുകൂടി, മനസ്സോടുകൂടി ഒരു ചിരിക്ക, ഒരു പൊഞ്ചിരി. ഒരാളെ കണ്ടവർക്ക് അസ്സലാമു അലൈക്കും ചൊന്ന് മുഖം നോക്കിയിട്ട് ചിരിക്കടേ. ഇല്ലല്ലേ, ചിരിക്കട അതത്തില്ലല്ലേ. ചിരിക്കില്ല മനുഷ്യർ, കുറഞ്ഞു പോയി. ഒരു സന്തോഷത്തെ ചിരി മനസ്സോടുകൂടി
ഒരു മുമ്മിന്റെ സ്വഭാവമല്ലേ? കണ്ടെങ്കിൽ മുഖം നോക്കണേ, ഒരു ചിരിക്കടേ, സലാമു ചൊല്ലേ, ഒരു കൈ പിടിക്കടേ, ഒരു ദുആ കൊണ്ട് വസിയത്തിടെ, ക്ഷേമ സമാചാര അരിടെ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപാട്ട്, ഒരു മനുഷ്യൻ നല്ലത് ചെയ്യുന്നെങ്കിൽ ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം ഉണ്ട്. ഖുർആന്റെ ഓഫർ. ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ 10 പ്രതിഫലം. ഒരാൾ ഒരു റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ 10 റക്അത്തിന്റെ പ്രതിഫല. എന്തിക്ക്? ഒരു റക്അത്തിലെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ചെമ്മത്ത് അടുത്തട ബണ്ടത് 10ാമത്തെ റകളെ ബണ്ട് ബച്ചിട് ഇപ്പ വേണ്ട വെടിച്ചൽ ബണ്ട്. എല്ലാവരും നിസ്കരിക്കില്ലല്ലേ? ഇങ്ങനെ ഓരോന്ന് മനുഷ്യരുടെ മനസ്സിക്ക് വേറെ വേറെ 10ാമത്തെ അവിടെ അടുത്തിടെ വേണ്ട. അപ്പൊ 10 നിവാരണാക്കിയിട്ട് ഒരു സുജൂദ് ചെയ്യുമ്പോ യാ അല്ലാഹ് എത്ര പ്രതിഫലം ഉണക്ക് പണ്ട്. 1 10 പ്രതിഫല. ഒരിക്ക അല്ലാഹ് ചൊന്നെങ്കിൽ ഒരിക്ക അല്ലാഹ് 10 പാട്ട് അല്ലാഹ് ചൊന്നതിന് പ്രതിഫലം ഓഫർ വെച്ചിട്ട് من هم بحسنة فلم يعملها فهو له حسنة. ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കുന്ന ഹദീസ്. ഒരാൾ നല്ല പണി എടുത്തിട്ടില്ല, നല്ല പണി എടുക്കണോണ്ട് തീരുമാനിച്ച, നല്ലൊരു പണി എടുക്കണോ, ഒരാൾക്ക് നല്ലൊരു പാവത്താൾക്ക് ഒരു തക്കാറാക്കണോ, ദൈവത്ത് കൊടുക്കണോ, അയാളെ സന്തോഷിപ്പിക്കണം, അല്ല നല്ലൊരു മനുഷ്യരെ കാണുക, വിസിറ്റ് ആക്കണോ, നല്ല ഇബാദത്തല്ലേ. അതിൽ ആരെങ്കിലും ഒരാൾ സന്തോഷിപ്പിക്കണോണ്ട് ഒരാൾ നിയത്താക്ക, പക്ഷേ അത് നടപ്പിലാക്കുക സാധ്യയില്ല. എന്തെങ്കിലും അടുത്തിടവന്തായില്ലെങ്കിൽ ഫലഹു ഹസന, ആ നിയത്താക്കിയതിന് പ്രതിഫലമായിട്ട് അല്ലാഹു തആല അവന് ഹസനത്ത് കൊടുക്കടാ, സവാബ് കൊടുക്കടാ. കാരണം നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. അവിടെ നല്ല മനസ്സില്ലേ, നിയ്യത്തില്ലേ, ഇങ്ങനത്തെ നല്ലതാക്കണോണ്ടു. അതുകൊണ്ട് അമലിന്റെ കാല ഖൈറുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് നല്ലത് പറയാൻ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. എപ്പോൾ നല്ലത് ചെയ്യണം, നല്ല പണിയാക്കണോ. നേരത്തെ നിസ്കാരത്തെ കുറെ മഹത്വമുള്ള ചൊന്നില്ലേ? നമുക്കും നിസ്കാരത്തിൽ യാറെ പാബന്തി വേണം, നിസ്കരിക്കണങ്ങനെ. പക്ഷേ ഇണ്ടും എത്രയോ ആൾമാർ ടൈമിടെ ഫോളോ ആക്കില്ല. അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടോ, അതും അവ്വൽ വക്തുണ്ടോ. ബാങ്കായിട്ട് ഏറ്റവും കുറഞ്ഞത് 15 മിനിറ്റ് ഒൽഗ നിർവഹനാക്കണ നിസ്കാരക നിസ്കരിക്കടരപ്പ. അതുകൊണ്ട് കുശു പോലെ അസർക്ക് മുതലായിട്ട് ളുഹർ നിസ്കാര, മഗ്രിബ് നിസ്കാരം പോലും 6 ഗಂಟೆ 6:45 7:30 ഗಂಟೆ തോലെ പിന്തിക്കിടങ്ങുള്ള അനാവശ്യമായിട്ട് അവ്വൽ വക്ത് നിസ്കാരാച്ചുള്ള ജിഹാദ് സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പടിപാട്ട് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ബലമതിക്കപ്പെട്ട 3 അമലുണ്ട്. ഒന്ന് ഉമ്മബാപ്പന്മാർക്ക് കൊണ ചെയ്തത്, അന്യായത്തെ വിരുദ്ധ, അധർമ്മത്തെ വിരുദ്ധ, അക്രമത്തെ വിരുദ്ധ, അധർമ്മത്തെ വിരുദ്ധ പോരാട്ടാക്കുന്നതും അത് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല്. മൂന്നാമതായിട്ട് ചൊന്നേ ചൊമ്മത്തെ 90% ആൾമാരോട്ട് ഞാൻ നനപ്പാക്കടേ നിസ്കാരം അത് ടൈമിക്ക് ഫോളോ ആക്കണം. നന്റെ കുശിപ്പ് അല്ലാഹു നിശ്ചയിച്ചത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്താണ് ചൊന്നരെ. നിസ്കരിക്കുന്നുണ്ട് ചൊന്നിട്ടില്ല, നിസ്കാരം നിലനിപ്പാട്ടുണ്ട് ചൊന്നരെ. അതിന്റെ ടൈമുകു അത് ചൊന്ന ടൈം, അത് ഫസ്റ്റ് ടൈം. ഞങ്ങൊരു ഏതെങ്കിലും ഒരു MLA, ഒരു MP, ഒരു മിനിസ്റ്റർ ഒരു ടൈം കൊടുക്കും, അല്ലെ ഒരു പോലീസ് സ്റ്റേഷൻ. ആ ടൈം പോയെങ്കിൽ അതിന്റെ ബല ഞങ്ങളെ കുശു പോലെ പോയിക്കില്ല. മാലിക്കുൽ മുൽക്കായ രാജാതി രാജാവായ അല്ലാഹു പടച്ചവൻ നിശ്ചയിച്ച ആ ടൈം നിസ്കരിക്കലായിട്ട് മാന്യതയുള്ളത്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അസ്സലാത്തു ലിവഖ്തിഹ. ആ ടൈം നിസ്കരിക്കണം. നിന്റെ കുശു പോലല്ല, നിന്റെ ടൈം നോക്കിയിട്ടല്ല.
അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് നിസ്കാരത്തേമേ ഉണ്ട് അപ്പറേ പറാക്കിടന്നങ്ങ ഖലാഖുടെ വിഷയ പോട്ടെ അവൽ വക്ത് രണ്ടാമത് നിസ്കാരത്തെ ചന്ത കാട്ടേ നിസ്കാര ചന്താക്കൊണ്ട് ആ നിസ്കാരത്തിൽ അത് ഒരു നാളുകൊരു നിസ്കാരത്തിൽ ഒരു 10-15 മിനിറ്റ് ചെലവാക്കും സുബി നിസ്കാരത്തിൽ മുതൽ മുന്നലേഞ്ചിട്ട് ചന്ത ടോയ്ലറ്റ് ബാത്റൂം പോയിട്ട് വന്ന് ചന്ത ബ്രഷ് ആക്കിയിട്ട് അതങ്ങനെ ഫറാഖുൽ ഖൽബ് വേണം നിസ്കരിക്കടാമോ അവനക്ക് വേറെ ബെടക്കായ പോലെ അവിടെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിസർജനത്തിന് മനസ്സാവും അതുകൊണ്ട് ആദ്യമായിട്ട് ടോയ്ലറ്റ് വേറെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഫറാഖ് വേണമുണ്ട് ഒരു റെസ്റ്റ് ആവണം സമാവണം എന്നിട്ട് പോയിട്ട് വന്നിട്ട് ഉളുവാക്ക് ചന്ത ശരിക്കാ നിലക്ക് ബ്രഷ് ആക്കിയിട്ട് അതും ഖിബിലക്ക് മേൽ വെച്ച് വെച്ചിട്ട് എല്ലാ ഉളു മുതൽ ചന്തമായ രൂപത്തിൽ പൂർണ്ണമായ ഉളു من تولى فأحسن وضوءه خرجت خطاياه من جسده ഉളു ചന്താവണം ഉളുറെ ഇബാദത്ത് കാലം കൈകാൽ മോനതെ പുണത്ത് അങ്ങനെ പേരിക്കട്ടെ കൈകാൽ മുഖങ്ങളുടെ ഉളു അതൊരു ഇബാദത്തായിട്ട് അത് ബാഹ്യമായ ശുദ്ധിയാകുമ്പോൾ ആന്തരികമായ ശുദ്ധി ഉണ്ടാവുള്ളൂ അപ്പൊ നല്ലൊരു പരിപൂർണമായ ചന്തത്തൊരു ഒലു ഖിബിലക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെ വേസ്റ്റാക്കണ്ട ബ്രഷ് ആക്കിയിട്ട് മൂക്ക് കഴുകിയിട്ട് രണ്ട് കണ്ണിടെ പീലക ക്ലീൻ ആക്കിയിട്ട് ബായി കഴുകിയിട്ട് ശരിയായ രൂപത്തിലുള്ള ഒരു ഒലു എടുത്തെങ്കിൽ അവന്റെ ശരീരത്തെ എല്ലാ കച്ചടങ്ങ കൽമഷങ്ങ നീങ്ങി പോകൊണ്ടുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പൊ അങ്ങനെ ശരിയായ നിലക്കുള്ള ഒലു എടുത്ത് വന്നിട്ട് അതിൽ കറക്റ്റായിട്ട് ബാങ്ക് കൊടുത്തിട്ടു അതിൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിൽ പിന്നെ ഇഖാമത്തും കറക്റ്റ് കൊടുത്തു എല്ലാം ഗടിപിടിയില്ലേ സമധാരത്തിലുള്ള നിസ്കാര അതാ നിസ്കാരം അങ്ങനെ നിസ്കരിക്കും അതായിട്ട് നിസ്കാരത്തെ രൂപ നിസ്കാര അള്ളാഹുവെ സുബഹി നിസ്കാരത്തിൽ നമ്മൾ നോക്കണം ചില പള്ളി ഓടി വന്ന് ബസ് പറ്റിയ പോലെ ചിലപ്പോ ജാവ് കൊടുത്ത അതേ മുണ്ടു ചില പള്ളിയിൽ നോക്കണം മണബണ്ട സുബയുടെ ഉച്ചൽ ബണ്ട ചിന്ന ജാവ് കൊടുത്ത മുണ്ട് അതിലേ ഓൺ ബണ്ട അള്ളാഹുടെ മുട്ട ഹോമൊത്തുകു ഒരു ഡ്രസ് ആക്കിയിട്ട് ഒരു സമത്തെ അള്ളാഹു നിസ്കരിക്ക് പോണല്ലേ അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ മുഅ്മിനീൻ അള്ളാഹുവായിട്ട് പലക്ക വരെ സംഭാഷണം നടത്തുന്നത് ഒരു മന്ത്രി കന്തിരെ മുട്ട മോദി എത്ര ജാഗ്രത ബന്ധാക്കി പോണ്ട ഡീസന്റ് ആയിട്ട് പോണ്ട മാലിക്കുൽ മുൽക്കായ റബ്ബായ അള്ളാഹുടെ മുട്ട പോണ്ട സമയത്ത് ശരിക്കും യൂണിഫോം ശരിക്കും നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് വേണി ശരി ഒരു മണത്ത വസ്തുള്ള യൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ ശരീരം പകർച്ചയായെങ്കിൽ എഞ്ച് കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് പള്ളിക്ക് പോണേ നന്റെ പോലെ ബാക്കി എല്ലാ ആൾമാരും കുളിച്ച് ഡ്രസ്സായിട്ട് പള്ളിയിൽ ഘമാവണം അവിടെ ഒരു ഇമാം വന്ന് ഹാഫിള് മജീദ് ഉസ്താദ് വന്ന് അയാൾ ഇമാമിന്റെ അടുത്ത് അയാളെ പിറകത്തുള്ളൊരു മിലിറ്ററി കവായിത്ര പോലെ സേനകളെ ഒരു കമാൻഡർ നിൽക്കുമ്പോൾ പിറകത്തെ അതുകളുടെ ഉസ്താദ്മാർ ഇമാമായിട്ട് ഗട്ടിമുട്ടൽ ചന്തത്തിലെ പേരുണ്ട് ഒരു അരപ്പാലത്ത് പറയും 8 വെച്ച ഈസുപട പോലത്തെ ഉസ്താദിനെ പോയി നിപ്പാട്ടെങ്കിൽ ഇന്നതും പോയി മിലിറ്ററി കമാൻഡർ അല്ല അയാൾ ഒരു ചക പോലത്തെ പിടി കാണുകല്ല കാണുക തക്ക ലുക്ക് വേണം ഡ്രസ്സിലും നമുന്ത വേണം ഇമാം തുടരപ്പെടാൽ അയാളെ കണ്ടിട്ട് അയാളെ നട ഇമാം നിസ്കരിക്കുക മാത്രമല്ല ബാക്കി ടൈമിൽ അയാളെ നട നുടി ജീവന ശൈലി അയാളെ വേഷഭൂഷണ അയാളെ താടി അയാളെ മുഖ അയാളെ ശാരീരിക എല്ലാം നാം കണ്ടുപിടിക്കും ആ നിലക്ക് ഒരു ഇമാം എതിരിൽ വന്ന് പിറകത്തെ സഫ് ലൈനായി സഫ് കറക്റ്റായി നിക്കൊടിച്ചുണ്ടല്ലേ സപ്പ് നിൽക്കുമ്പോൾ അവിടെ തക്കറ മുന്നോല് പേരോ മുന്നോളില്ല എതിരോ നോക്കിയിട്ട് സപ്പ് സഭ കടകാൽ നോക്കി സപ്പ് സഭ എതിർ ഓർത്തത്ര പേരിൽ 3 ഫീറ്റ് ഇത് നോക്കിയിട്ട് എതിർ സമാക്കിയ അവിടെ അപ്പൊ അതുകൊണ്ട് ലൈന് സമാക്കിയിട്ട് കറക്റ്റായിട്ട് ഒരു കവായത്ത് പോലെ നിസ്കരിക്കണം അവിടെ അപ്പൊ അങ്ങനെ നിസ്കരിക്കുമ്പോ ഇമാമും ജമാഅത്തായിട്ട് കിട്ടില്ലേ من صلى صلاة الصبح فهو في ذمة الله അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു സുബ്ഹി നിസ്കാരം വരാൽ നിസ്കരിച്ച എല്ലാ ഉത്തരവാദിത്വം അല്ലാഹ് ഏറ്റെടുക്കാൻ അപ്പൊ സുബ്ഹിക്ക് ബോണിക്ക് ഞങ്ങളെ കറക്റ്റാവണം ഫസ്റ്റ് സുബ്ഹിയുടെ ഫസ്റ്റ് വിസിറ്റ് അല്ലാഹുവിന്റെ പള്ളിയാവണം നേരത്തെ ചെന്ന പോലെ സുന്നത്ത് നിസ്കാരം ഔത്ത് നിസ്കരിക്കും അതും ബുടു തീറ കൂടുള്ള ആൾമാരോട്ട് എല്ലാം ചൊല്ലേ പോയങ്ങ
നണ്ട വാള് പിടിക്കേണ്ട വീടെന്നൊക്കെ ഡൗട്ടായി. പിന്നെ പേര് സുബൈക്ക് നെയ്പ്പൂ വാണി അത് ഡെയിലി വാളുണ്ടല്ലേ, നെയ്പ്പൂ കാര്യ കെട്ടുപാടിറങ്ങാം ലിക്വിഡ സുബൈക്ക് ಎಂಚ ಬರ್ತಗೆ ಫಸ್ಟ್ಗೆ ಜನರಕಾದು ಸುನ್ನತ್ ನಿಸ್ಕರಿಕೊಂಡು ಬಾಂಗಾಯ ರಕಅತಲ್ ಫಜ್ರಿ ಖೈರುಂ ಮಿನದ್ ದುನ್ಯಾ ವಮಾ ಫೀಹಾ. പെണ്ണിങ് തെല്ല കാത് കൊടുക്കണോ ജാമനത്തെ മൊബൈൽ ഒത്തി 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 ഒത്തിട്ട് ടൈം വേസ്റ്റ് ആക്കിയിട്ട് കിടക്കാണ്ട് ചെമ്മജാവു ലട്ട നൊമ്പല ബെർല് നൊമ്പല കണ്ണു നൊമ്പല നെഞ്ഞു നൊമ്പല എല്ലാം തുടങ്ങട്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണോ, എല്ലാത്തിനും ഒരു മിതമായ വ്യവസ്ഥ പാലിക്കണം. അത്യാവശ്യത്തു മാത്രമല്ലാണ്ട് ജാമനത്തെ വറക്കഴിഞ്ഞ് ബെടക്കാക്കണ്ട. ಬೇಗ ಸುಬಹಿ ಬಾಂಗಿಗೆ മുതലൊരു 15 മിനിറ്റ് മുതലെങ്കിലും എഞ്ചിട്ട് റെഡിയാവണോ. നന്റെ റബ്ബുമായിട്ടൊരു സംഭാഷണം നടത്തുകൊണ്ടു നന്റെ റബ്ബ് നന്റെ റൂഹ് ഉപയോഗിക്കലാണ് അവനായിട്ട് ബന്ധപ്പെടണായത്. ആരെയും മനുഷ്യരുടെ ജീവിത ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ടൊരു 2 റക്അത്ത് സുബഹി നിസ്കാരത്ത് മുന്നൽത്തെ സുന്നത്ത് നിസ്കരിച്ചെങ്കിൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവും ദുനിയാവിലുള്ള സകലമായ നിഅമത്തിനെക്കാളും വലിയ ഖൈർ. അൽഹംദുലില്ലാഹ്. സാന്ദർഭികമായിട്ട് നാം നെനപ്പാക്കണേ. കുറോഡിൽ പല സുബൂർ മനുഷ്യന്മാർ ഉടലല്ലേ നിങ്ങളുടെ ഫസ്റ്റ് കേസ് വന്നിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ ചൊല്ലുന്നത് സുബി ബാങ്കി മുന്നിപ്പാട്ടാണ്. ഇൻഷാ അല്ലാഹ് ഒരു 4 നമുക്കൊരു ടാർഗറ്റ്, എല്ലാത്തിനും ടാർഗറ്റ് ഇല്ലേ, ഒരു ടാർഗറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ഗുരുവേട്. ഇൻഷാ അല്ലാഹ് 100 സുജൂദെങ്കിലും ആൾക്ക് ചെയ്യണം. എത്ര? ഒരു 100 സുജൂദ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്ര ആമീൻ സമജുള്ളല്ലേ. ഒരു 100 സുജൂദ് ചെയ്യുന്നെങ്കിൽ 10 നാളാവുമ്പോ 1000 സുജൂദ്, ഒരു തിങ്കാലായെങ്കിൽ ഒരു 3000 സുജൂദ്, ഒരു വർഷം ഇഞ്ചി പോയെങ്കിൽ എത്ര? അൽഹംദുലില്ലാഹ് 32,000 സുജൂദ്, 36,000 സുജൂദ് പണ്ട്. ഒരു 10 വർഷം മുഞ്ചെങ്കിൽ ലക്ഷക്കണക്കിനുള്ള സുജൂദുമായിട്ട് റബ്ബായ അല്ലാഹുടെ മുട്ട നമുക്ക് ബന്ധപ്പെടാ. അഖ്റബു മാ യഖൂലുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. അല്ലാഹുവോട് ഒരു മനുഷ്യ ബന്ധപ്പെട്ട സമയത് കൊണ്ടെന്താ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹുടെ മുട്ട ഉടവണു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിസപ്പെട്ട ഒരു ശിഷ്യ വന്ന് കേൾക്കണ, യാ റസൂലല്ലാഹ്, പുന്നാറ നബിയെ, എനക്ക് നിങ്ങളോട്ട് സ്വർഗത്തിൽ വേണോ. ഞാൻ ചരിത്രം ചൊല്ലില്ല. നിങ്ങളോട്ട് സ്വർഗത്തിൽ നക്ക് വേണം. നിങ്ങളെ കണ്ടില്ലെങ്കിൽ, നിങ്ങൾ നോക്കില്ലെങ്കിൽ, നിങ്ങളോട്ട് കൂടില്ലെന്നൊക്കാവില്ല. നിങ്ങൾ സ്വർഗത്തിൽ നക്ക് നിങ്ങളെ മുട്ട വേണോ. നിബിതങ്ങൾ ചൊന്ന ഫലക്കന്തർ എല്ലാ മുഅ്മിനീൻ ആലോചനാക്കറോ. അല്ലാഹുടെ ഹബീബിന്റെ മേലെ പിരിസത്തിൽ സ്വലാത്ത് എവിടെയെല്ലാം പോണ്ട. ഗണ്ട കെട്ട സ്വലാത്തിൽ നീക്കണ അവിടെ. പിന്നെ സ്വലാത്ത് മജ്ലിസ് ഹൗസ്ഫുൾ ആവണമെങ്കിൽ അവിടെ ചോറ് ഏർപ്പാടൊന്ന് വേണം അല്ലേ, ഹൗസ്ഫുൾ. അപ്പൊ എല്ലാ നബിതങ്ങളും ട്രെയിനിങ്ങ മൊഹിബിങ്ങ അഭിമാനിങ്ങ നങ്ങ അല്ലാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ നിന്നക്ക് ഒട്ടിക കിട്ടണോ ചൊന്നപ്പ നബിതങ്ങ ചൊന്ന കുറെ സുജൂദ് യാറാക്കുമോനെ. അഇന്നി അലിയ ബികസറത്തി സുജൂദ്. നക്കൊരു ഹെൽപ്പ് ആക്കണോ. നീന് കുറെ യാറ് സുജൂദ് ചെയ്യ്. നന്റെ കൂടെ നിക്ക് സ്വർഗത്തിൽ പാർക്കാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. പനാ ചൊന്നുകൊണ്ട് പറഞ്ഞ സുജൂദ് ധാരാളം വേണം. സുജൂദ് ഗുബനായിട്ട് മരണപ്പെട്ടങ്ങുള്ള ബഹുമാനപ്പെട്ട സയ്യിദന ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുയുടെ വലിയ മഹാൻ. അയാള് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ചൊന്നെങ്കിൽ ലബിത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പുള്ളി അയാളെ മോനായിട്ട് ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉഷാറില്ലാണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട ഔത്തിൽ കിടന്നിട്ട് സീക്കിലൈത്ത് അവസാനം പന്താത്ത പോലെ കുറെ കാല സീക്കിൽ കിടന്നപ്പ അയാളെ കാണൂ പോയാറ് മനുഷ്യന്മാര്. പോയിട്ടാവുമ്പോ വല്ലാത്തൊരവസ്ഥ. സക്കറാത്തിൽ മൂത്ര എല്ലാ ലക്ഷണുണ്ടു. സ്വഹാബിക ചൊല്ലാർന്നങ്ങ പോയിട്ട് കണ്ട സമയത്ത് മഗ്രിബ് ബാങ്ക് വിളിക്കിട്ട് പല്ലില് ഇത് കേട്ടപ്പ അയാളിങ്ങനെ കാതു കൊടുത്തത് ബാങ്കാണ്ട് കേടത്ത്. അതെ, കൂടെ ഉള്ള ആൾമാരോട് ചെന്നണ്ട നിങ്ങൾ പല്ലിക്ക് കൂട്ടിക്കൊണ്ട് പോറൂ. ഞങ്ങ പല്ലി കേട്ട് നിസ്കരിക്കൂ. പല്ലിക്ക് വന്നിട്ട് ബാങ്കായോണ്ട് അവിടെ ഇമാം ജമാഅത്തായോണ്ട് ചെടിലടിക്കും പോലെ ബാങ്ക് കേട്ടെങ്കിൽ കൂടി
പള്ളിക്ക് പറയാത്ത ബാലക്കാർ, എന്തൊരു ഇസ്ലാമിക് സ്പിരിറ്റ്, എന്തൊരു ദീന ആവേശ. മാർഗത്തിൽ മുമ്പ് സിന്ദാബാദ് വിളിക്കണതാ ഇസ്ലാം, പച്ച കൊടി പിടിക്കണതാ ഇസ്ലാം. അതല്ലെങ്കിൽ ആർക്കെങ്കിലും പോലും ഇത് കാറുക കല്ലരമാ ഇസ്ലാം. ഇസ്ലാം ചൊന്നെങ്കിൽ എന്തരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബ മഹാനവറുകൾ പള്ളിക്ക് ചെന്നെ കൂട്ടുകൊണ്ട് പോണു ചൊന്തു. നല്ല കൈപിടിക്കറോട് അങ്ങനെ ജണ്ടാൽ പിടിച്ചിട്ട് കുഞ്ചിൽ ഏറ്റിയോണ്ട് ആസ്പത്രിക്ക് കൂട്ടിയോണ്ട് പോലെ പോയോണ്ടുള്ളാറ്. ഇമാം ബുഖാരി റിപ്പോർട്ടാക്കുക സഹീഹുൽ ബുഖാരിയിൽ മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞങ്ങളെ കാലത്ത് ധാരാളം സീക്കട മനുഷ്യന്മാർ രോഗികളെ ജണ്ട് കുഞ്ചി കൈവച്ചിട്ട് പുറത്തോണ്ട് പോയെന്ന അള്ളാഹുടെ പള്ളിക്ക് ആസ്പത്രിക്ക് ട്രീറ്റ്മെന്റ് കൂട്ടിയും പോകും പോലെ അങ്ങനെ മഹാനവറുകൾ കൂട്ടിക്കൊണ്ടുപോയ പള്ളിക്ക് ഇമാമും ജമാഅത്തായിട്ട് ഇമാമുടെ പിറകത്ത് രണ്ട് വലിയ കഷ്ടപ്പെട്ടിട്ട് അയാൾ കൈകെട്ടിട്ട് ഒരു റക്അത്തായിട്ട് സുജൂദിലായിട്ട് എനിക്കില്ല, കുറെ നേരം എനിക്കില്ല. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഖർറ മയ്യിതാ സുജൂദുൽ വഫാത്തായിട്ട് മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ അത്രയും സുജൂദ് അല്ലാഹുമായിട്ട് അടുക്കുന്ന സമയത്തിൽ മരണ. തങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ നല്ല മുഅ്മിനീൻ കൊണ്ടാണ് സുജൂദിൽ മരണപ്പെട്ടെങ്കിൽ അല്ലാഹുവേ അങ്ങനത്തെ നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അല്ലാഹുമായിട്ട് യാർ അടുക്കുന്ന സമയ സുജൂദ്. അതുകൊണ്ട് ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് ചൊല്ലുന്നാൽ 100 സുജൂദിറ ടാർഗറ്റ് ഞങ്ങൾക്ക് വേണോ. സുബഹി നിസ്കാരത്തിക്ക് മുന്നലു ഒരു 2 റക്അത്ത് സുന്നത്ത്. അതുപോലെ ളുഹർ നിസ്കാരത്തിക്ക് മുന്നൊരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ളുഹറിൽ പിന്നെ 4, അസർക്ക് മുന്നല് 4, മഗ്രിബ് മുന്നല് 2, മഗ്രിബിൽ പിന്നെ 2, ഇശാക്ക് മുന്നല് 2, പിന്നെ 2. ടോട്ടൽ എത്ര ആവും? 22 റക്അത്ത് സുന്നത്ത് നിസ്കാരം, റവാത്തിബ് നിസ്കാരം. ഇതെല്ലാം വലിയ പണി. എന്തുള്ള 2 മിനിറ്റിലെ പണി. മനസ്സിത്ര മാർഗ മനസ്സ് വേണം, ഇല്ലെങ്കിൽ മടിയൻ മല ചുമക്കും. മടിയന്മാരങ്ങനെ ഒരു മണ്ണാൻ കെട്ടാവല്ല. എന്തൊരു ഭാവ ആർഗാവ് പിടിച്ചൽ പണ്ട് ഈ ഉദാസീനുള്ള മടിയന്മാരൊരു മീറ്റിംഗ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ തെച്ചങ്ങ ഞങ്ങളെ തമാശ ആക്കിടാറില്ല. ഞങ്ങൾ ജട പിടിച്ചങ്ങ ഞങ്ങൾ മടിയന്മാർ ഞങ്ങൾ എന്തോ ആവില്ല. അപ്പൊ എന്താക്കും, ഞങ്ങളുടെ കമ്മിറ്റി യൂണിയൻ ആക്കുവാണ്, പോരാട്ടാക്കുവാ ഇതിന്റെ വിരുദ്ധ. അങ്ങനായിട്ട് തീരുമാനമായി, സർവാനുമതത്തിൽ തീരുമാനമായിട്ട് ഞങ്ങളെ മേലെ വണ്ട ആരോപണ മടിയന്മാര് ഞങ്ങ ഉദാസീന പിടിച്ചങ്ങ ഞങ്ങ ജടവുല്ലങ്ങ ഇതിന്റെ വിരുദ്ധ ഞങ്ങൾ പോരാട്ടാക്ക് സർവാനുമത തീരുമാനമായിട്ട്. അപ്പൊ ഇതിന്റെ അധ്യക്ഷരാക്കണേ. അധ്യക്ഷരാക്കിയത് 6 എനിക്കില്ല, 6 എല്ലാവരും എഞ്ചിനുണ്ടായിരുന്നു. നീനാവോട് ഓർത്ത എനിക്കില്ല. നീ എന്തല്ല എനിക്കില്ല, എല്ലാവരും എഞ്ചിനുണ്ടായിരുന്നു, നീ എന്ത് എനിക്കില്ല. അപ്പോ ആറല്ല എനിക്കൊരു അപ്പൊ ഞാൻ ഓനെ അധ്യക്ഷത്തിൽ ഫിട്ടായാണ് ഓനെ അടിച്ചുകൊണ്ട് അവന്റെ പ്രസിഡന്റ് ആക്കാറില്ല. അങ്ങനെ ചില മടിമുറിച്ചലില്ലെങ്കിൽ നമുക്ക് എന്ത് മണിയാവും. മനസ്സിദ്ര മാർഗ ഫ്രഷ് ആയിട്ട് വേഗം ബന്ധു ജനറൽ പറഞ്ഞു. അങ്ങനെ 22 റക്അത്ത്. അതിൽ മുഅക്കദായത് 10 ഉണ്ട്. ഏറ്റവും ശക്തമായത് ഫർദിന് മുട്ടുള്ളങ്ങനത്തെ വലിയ സവാബുള്ള 10 റക്അത്ത് ബുടൗതീറ മുഅക്കദായ സുന്നത്ത്. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് തരട്ടെ. ദമ്മു തെച്ചും പോയില്ലേ, കൊമ്പോയിട്ട് ഖബർ കിട്ടണമല്ലേ, എത്ര വലിയ ബൊമ്പടം ബാക്കിയുണ്ടാ എല്ലാം പോണ്ടേ നാണും. നിങ്ങൾ ഇതാ കാണില്ല എത്ര ആൾമാര് മരിച്ചു കിടക്കടാറ്. എത്ര ബൊമ്പ താജുല്ലമോട് വഞ്ഞിത്ത കൂറ തങ്ങൾ വഞ്ഞിത്ത എല്ലാം പോണേ. അള്ളാഹു അങ്ങനെ ഖബർ വിളിച്ചാക്കട്ടെ, അങ്ങനെ മദദ് അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ആറും എത്ര വലിയ ബൊമ്പോട് മിഞ്ചുകിൽ ചെമ്മസമയ സാക്ഷതയില്ല. അപ്പൊ ഇന്ന ആൾമാരെന്ന ഓർമ്മപ്പെടുത്തരേ ഞങ്ങളെ ഇബാദത്തില് ചെല്ല് യാറ ഞങ്ങളെ അക്കൗണ്ട് ജമാക്കും. എത്ര നല്ല നിങ്ങൾ ചെയ്യണം. ആയത്തര സുജൂദ്, ആയത്തര റുക്കൂ, ആയത്തര ഖുർആൻ ഓത്ത്. 1 ജ്യൂസെങ്കിലും 30 ജ്യൂസ് ആക്കിയിട്ട് അത് തിങ്ങൾക്ക് ഒരു ഖത്തമെങ്കിലും തീർക്കണം. താജുല്ലുലമല നിങ്ങൾക്ക് ಗೊತ್ತಿല്ലേ, തിങ്ങൾക്ക് 2 ഖത്തല്ല തീർത്തോ. എപ്പോ നോക്കും ഖുർആൻ ഓത്ത്.
എത്രയോ പാട്ട് ഞാൻ യാത്ര യാത്ര കാറിൽ ദച്ചവർത്തിക്ക് ഫസ്റ്റ് എന്താക്കടെ ലൈറ്റ് ഇടോ എന്നിട്ട് അവിടെ സ്വലാത്ത് കിതാബ് ഖുർആൻ ഓതി 4 ಗಂಟೆ ಜಾವಗು ಕೊಡಗಿಡಮ ತಿರುವನಂತಪುರತ್ತಮ ಎವುಡ್ರಮ ಬಂದು ಚಿಕ್ಕಮಗಳೂರಮ ಬಂದೆಂಗೆಲ್ പിന്നെ പറഞ്ഞല്ല കാറിൽ വന്ന വറക്ക് മാത്രം സുബഹി നിസ്കാരത്ത് ബാങ്ക് മുതൽ പല്ലിരി ഞങ്ങൾ അനുഭവം 5 വർഷം ഇതേ പല്ലിൽ വെച്ചിട്ട് ഞങ്ങൾ പഠിച്ചു ബിരുദകല്ല താജുൽ ഉലമാടെ മയ്യത്തായപ്പ അല്ലാഹു തആല വഫാത്തായപ്പ എട്ടിക്കുളത്ത് ലക്ഷക്കണക്കിൽ കൂടി ഇവിടെ പേപ്പറിന് ചില പേപ്പർ റിപ്പോർട്ട് ആക്കിയത് 12 ലക്ഷക്കണക്കിൽ ആ എട്ടിക്കുളം ചൊല്ലെ ആ ഒരു ചെറിയൊരു ആ കുഗ്രാമത്തിൽ കേരളത്തെ പേപ്പറിൽ എഴുതിയ ഓഡിറ്റോറിയം തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ പാൽക്കടലാക്കിയ ഉള്ളാളത്തങ്ങളെ മരണം ലക്ഷക്കണ ആ ചെറിയൊരു പക്കത്തിൽ എന്തേ വലിയ ഭാഷണക്കാരല്ല വലിയൊരു തടിയില്ല ഇപ്പൊ ഞങ്ങളുടെ വലിയ തടി ആനെ പോലെ തന്നല്ലേ ഇത്ര ചെറിയ തടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പിരിച്ചുവെച്ച അല്ലാഹുടെ അങ്ങ് പിരിച്ചുവെച്ചാറ് അല്ലാഹുടെ ഇബാദത്തിൽ മുങ്ങിത്ത് വഫാത്ത് തോളോ പോണും നിരക്കാത്ത വിത്തൽ നിസ്കരിച്ചുകൊണ്ടിരുത്ത് ഇത്ര ആരോഗ്യം എന്നിട്ട് ഇന്ത്യക്കും നക്ക് പോണെന്ന് നിസ്കരിക്കുവായിട്ടില്ല 3 വലിയ കഷ്ടത്തിൽ നിസ്കരിക്കട പറ നോക്കിട്ട് പോണെന്നിറക്കാതെ വിത്തൽ നിസ്കാരം നിന്നിട്ട് നിസ്കരിച്ച മഹാൻ ധാരാളം സുജൂദ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ അല്ലാഹു തഖ്വ ജീവിച്ചെങ്കിൽ അല്ലാഹു തആല എല്ലാ വിഷയത്തിലും എല്ലാം ഒപ്പനാക്കി കൊടുക്കടാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ നല്ല അമൽ ചെയ്തിട്ട് ഈമാനോട് കൂടി നല്ല അമൽ ചെയ്യുന്ന കൂടി അല്ലാഹു തആല സ്നേഹ പിർസ ഉണ്ടാക്കടാ നാണ് ആ മയ്യത്ത് നോക്കിയിട്ട് എട്ടിക്കുള്ള നടന്നുകൊണ്ട് ബർമത്ത് ഒരു ബെത്ത പിടിച്ച് ഒരു ബടി പിടിച്ച് ഒരു ബൈസ്രായേൽ പോയിരുന്നു അസ്സലാമു അലൈക്കും അച്ഛനെ കുറേ ആളുകളെ പോകുന്നു ഇസ്ലാം ഉപ്പാപ്പ എവിടുന്ന ഞാൻ എറണാകുളത്ത് വന്നതാണ് ഉപ്പാപ്പ ഇനി 2-3 കിലോ നിങ്ങൾ നടക്കാനാവില്ല നിങ്ങളെ പോയി പണി നോക്കിയാ എനിക്ക് തങ്ങളെ കാണണം ഇനി 3 കിലോമീറ്റർ നടക്കൂടെ നിങ്ങൾക്ക് ആവല ഉപ്പാപ്പ ചെന്നപ്പ ബൈസ്രായേൽ ബെത്ത പിടിച്ചിട്ട് ഒരു 85 വർഷം താൽ ചൊന്ന നിങ്ങൾ പണി നോക്ക് എനിക്ക് തങ്ങളെ കാരണം എന്തേ മനുഷ്യന്മാർ ഹൃദയത്തിലല്ലാഹു സ്നേഹത്തെ വെച്ച താജു ശരിയ ബഹുമാനപ്പെട്ട അഖ്തർ റസാ ഖാൻ വഫാത്തായിട്ട് യുപിയിലെ BBC ലണ്ടൻ വാർത്തയാക്കിയിട്ട് 3 കോടി ആൾമാരും തീണ്ട് ലോകത്ത് ഇത്രയും ഒരു കോടിക്കണക്കിൽ ആൾമാർ ആകർഷിച്ചിട്ട് മരിച്ചൽ പിന്നെ ഒരു ഫഖീറ കറോടുപതിയല്ല MLA അല്ല മന്ത്രിയല്ല ഇന്ത്യത്തെ എത്ര രാഷ്ട്രപതിമാർ മരിച്ചാറ് മുസ്ലിമീങ്ങൾ മരിച്ചാർ അല്ലാത്ത മരിച്ചാർ എത്ര ആൾ കൂടിത്ത് 1000 ആൾ കൂടിരാ അല്ലാഹു തആല സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ അല്ലാഹു തആല സ്നേഹത്തെ ഇട്ട് കൊടുക്കടാ മനുഷ്യന്മാരെ കൽബിൽ ജനപ്രിയത്തെ അല്ലാഹു തആല കൊടുത്ത അതുകൊണ്ട് ചൊന്നുകൊണ്ട് വന്നേ ഈ സദസ്സിലുള്ള മുഅ്മിനീങ്ങളെ ആരോഗ്യമുള്ള സമയത്ത് ധാരാളം നന്മ ചെയ്യണോ ഉമ്മ പെങ്ങന്മാരോട്ട് പ്രത്യേകിച്ച് ചൊല്ല പാബന്ത് വേണം കട്ടുനിട്ടായിട്ട് വേണം ടൈം ടു ടൈം ഫോളോ ആക്കണം അവൽ വഖ്ത് നിസ്കരിച്ചിട്ടേ വേണം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ നിലക്കും നഷ്ടപ്പെടുത്തൂതിര നിസ്കാരത്തിൽ പടച്ചോണ്ടിട്ട് മനസ്സ് കൊടുത്ത് നിസ്കരിക്കണം നിങ്ങളെ കൊശു പോലല്ല നിസ്കാരത്തെ ഫാത്തിഹ സൂറത്ത് സംക്ഷിപ്തമായ നിലക്കുള്ളതിൽ ആശയം പഠിക്കണോ അതിൽ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണോ അപ്പൊ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടു ഇയ്യാക നഅ്ബുദു നിനക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കടാ നിന്നോട്ട് നിങ്ങൾ സഹായം കേൾക്കടാ റഹ്മാനുർ റഹീമായ അല്ലാഹ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലാഹ് നേരായ ശരിയായ നീ പൊരുത്തപ്പെട്ട നല്ല മാർഗത്തിൽ എന്റെ കൊമ്പോണു അല്ലാഹ് ഖൽബ് കൊടുത്തിട്ട് നിസ്കരിക്കണോ ഒട്രാസിയല്ല ഹരക്ക സന്തായ വേണ്ട പരക്ക സന്ത് പാട്ടണ്ട നിങ്ങ അല്ലാഹുവോട് മനസ്സ് കൊടുത്ത് നിസ്കാരം തുടങ്ങണം നിങ്ങ ആ നിസ്കാരം കൊടുക്കുമ്പോൾ ഖൽബിൽ ഭയവേനും പേടിയുണ്ടാകണം ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നിൽക്കുമ്പോൾ സ്വഹാബത്തുകളിൽ ഓരോ സ്വഹാബിക്കും ബിക്കിട്ട് പൊട്ടി കരയിടുന്നത് കാണുക
എത്രയോ സ്വഹാബത്ത് കണ്ണുനീർ ഇങ്ങനെ ഒൽകിട്ട് ഇങ്ങനെ താടിലായിട്ട് പണ്ട് അല്ലാഹുടെ ഭയം. നിന്റെ നിസ്കാര ചൊല്ലത് നിസ്കാര എന്താവണോ? യാത്ര പിരിഞ്ഞിട്ട് വടിതന്റെ അല്ലാണ്ട് ലാസ്റ്റ് നിസ്കാരാണ് നിന്റെ അസർ നിസ്കരിക്കുകയാണ് ചൊല്ല ഗ്യാരണ്ടി ഇല്ല. ഇത് ളുഹ്റിന്റെ ലാസ്റ്റ് നിസ്കാരാണ്. ഖൽബിൽ വേണം ഇഹ്ലാറുൽ ഖൽബ് ഫിഹാ ബൈന യദയില്ലാഹ്. നാണ് യജമാനനായ അല്ലാഹുടെ മുന്നിൽ നാ നിക്കടേ, നാ ഉളുവാക്കി വന്നിക്കടേ അല്ലാഹുടെ മുന്നിൽ. ബഹുമാനപ്പെട്ട സീനുൽ ആബിദീൻ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലി ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളെ മോഹൻ അതിൽ ഒരു പേരുണ്ട്, അൽ ഇമാമു സജ്ജാദ്. അൽ ഇമാമു സജ്ജാദ് ഞങ്ങളെ മേൽപേരില്ല, ഞങ്ങൾക്കല്ല അവിടെ. മഹാന്റെ പേര് അൽ ധാരാളം സുജൂദ് ചെയ്ത ഇമാം. മഹാനവർകൾ ഉളുവെടുത്തിട്ട് നിസ്കാരത്ത് വരുമ്പോ ഇങ്ങനെ പിറക്കിട് മുടിയെല്ലാം പുത്തരിക്കിട് ചൊല്ലു മുടിയുടെ രക്ത പ്രസരിക്കും പോലെ കാണ്ട് ചോപ്പ് ചോപ്പ് അവിടെ ശരീരമാസകലം നിസ്കാരത്ത് വന്നിട്ട് നന്റെ റബ്ബടെ വന്നാണ് ഞങ്ങളെ നിക്കട്ടെ, ഞങ്ങളെ പഠിച്ചോണ്ട് പലക്ക വരിയെത്തി നാല് ദോഷി നാണ് പാപ്പി. അതുകൊണ്ട് അള്ളാഹുടെ മുന്നത്ത് നാം നിക്കടാണ് കൽബട സമ്പൂർണ്ണമായിട്ട് അള്ളാഹു സമർപ്പണാക്കുന്ന പടച്ചോണ്ട് എതിരിൽ വന്നിണ്ടേ അള്ളാഹുടെ മുന്നിൽ വെച്ചോണ്ടില്ല. അതോടുകൂടി നീ എന്താക്കണം? നിന്റെ അള്ളാഹുടെ മഹത്വത്തെ നീ എന്താ നിന്റെ കൽബിൽ കൊണ്ടുവരണം. അള്ളാഹു മാലിക്കുൽ മുൽക്ക്, അള്ളാഹു നിന്നെ പടച്ചിടാ, അള്ളാഹു നക്ക് റിസ്ക് തന്നടാ, എല്ലാം അവന്റെ കയ്യില്. ദുനിയാവും ആകാശഭൂമിയുടെ ഖജാന അവന്റെ കയ്യില്. തർജു റഹ്മതഹു എങ്കിലും എത്ര വലിയ ഖഹാറായെങ്കിലും എത്ര വലിയ ജബ്ബാറായെങ്കിലും അള്ളാഹു നക്ക് റഹ്മത്ത് ചെയ്യും, നക്ക് കരുണ ചെയ്യും. ചൊല്ലുടെ മനസ്സിൽ വേണം വതഖ്ശാ ഇഖാബഹു. അള്ളാഹുടെ റഹ്മത്ര ആശ വേണം. നിസ്കരിക്കുമ്പോ അള്ളാഹുടെ ശിക്ഷയുടെ പേടിക്കണു. തദ്ഖുലു ഫിസ്സലാത്തി ഫാരിഖൽ ഖൽബ്. നിസ്കാരത്ത് വരുമ്പോ സദ്യത്തിക്ക് താത്കാലിക ബാക്കിയെല്ലാം ചിന്തന ബുട്ടിട്ട് ഓടി വരുന്നു. പിന്നെ ഖളൈത ഹാജതക ഖബല സ്വലാത്ത്. തണ്ടാസ് പോണെങ്കിൽ ടോയ്ലറ്റ് പോണെങ്കിൽ പിന്നർക്ക് ഉളുവാക്കിടും ചൊന്നിട്ട് കൂടാണ്ട് അത് തീർത്തിട്ട് പിന്നെ ഉളുവാക്കിട്ട് ഫ്രഷ് ആയിട്ട് ഖൽബ് നല്ല ഹുദൂറിൽ വേണം. നാണൊരു നന്റെ പടച്ചോനായിട്ട് സമ്പർക്കാക്കുടൊരു ഒരു സമ്പർക്കത്തൊരു മാധ്യമം ഇതാണ് ഖൽബിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു മാ മിംറഇൻ മുസ്ലിമിൻ തഹ്ദുറു സ്വലാത്തുൻ മക്തൂബത്തുൻ യുഹ്സിനു ഉളൂഅഹാ വഖുശൂഅഹാ വറുകൂഅഹാ ഇല്ലാ കാനത് കഫാറത്തുൻ ലിമാ ഖബ്ലഹാ മിനദ്ദുനൂബി മാ ലം യഅതി കബീറാ വദാലിക അദ്ദഹ്റു കുല്ലുഹു. നറൈത ബാങ്ങ നറൈത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മുഅ്മിനാമൻ നിസ്കരിക്കുമ്പോൾ ഫറലായ നിസ്കാരം ചന്തത്തിൽ ഉളുവെടുത്ത എന്നിട്ട് ഭയഭക്തിയും ചന്തത്തിൽ അള്ളാഹുടെ പേടിച്ച് വന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ റുക്കൂഉം ബാരി പെർഫെക്റ്റ് ആയിട്ട് നിസ്കരിച്ച എങ്കിൽ നിസ്കാരത്തോടു കൂടി അവന്റെ മുന്നൽ കഴിഞ്ഞ എല്ലാ പാപവും പൊറുക്കൊടു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപരാധ മുക്ത അവിടാണ്. ഞങ്ങളുടെ മേലൊരു ചെറിയൊരു കേസ് ഏതെങ്കിലും ക്രിമിനൽ ആ സിവിൽ ഏത് കേസ് വ്യാജ എന്നെങ്കിൽ എത്ര ടെൻഷൻ വർക്ക് വേണ്ട അല്ലേ? അത് തീനെങ്കിൽ അൽഹംദുലില്ലാഹ് കേസ് ബൽച്ചെറിഞ്ഞിത്തോള, കേസ് ഫ്രീ ആയിട്ടൂല, കേസ് വിട്ടുപോയിത്തൂല. മുഅ്മിനായ മനുഷ്യരെ മേൽ തപ്പാക്കെങ്കിൽ തെറ്റിന്നെങ്കിൽ ദോഷങ്ങിന്നെങ്കിൽ വേണ്ടാത്തരെന്നെങ്കിൽ അവന്റെ തലയുടെ മേലങ്ങനെ കത്തി തൂങ്ങിയ പോലെ അവനക്ക് പേടിയായിട്ട് എന്റെ അല്ലാഹ് ശിക്ഷിക്കുക. മരിച്ചുപോയെങ്കിൽ ഒരു ദോഷിയായിട്ട് ഒരു പാപിയായിട്ട് ഒരു ക്രിമിനലായിട്ട് ഒരു ബെടക്കായിട്ട് നാം മരിച്ചെങ്കില എന്റെ അവസ്ഥ എന്തിരേ? അവന്റെ ഖൽബിൽ പേടിയുണ്ടാവും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്ത് അവൻ സലാം വീട്ടലോട് കൂടി
നല്ല ഭയഭക്തിയോട് നിസ്കരിച്ച് സമ്പൂർണമായിട്ടാണ് പാപമുക്തമാവിടാ. അവന്റെ എല്ലാ ക്രിമിനലും എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പൊറുക്കടാ. അത് ഊർന്നാളുകല്ല, എല്ലാ ടൈമും ഡെയിലി അവന് ക്ലീൻ ആയിട്ട് സ്വച്ഛായിട്ട് ക്ലീൻ ആവുക. പേടിക്കുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൻ അക്സറ ഖുശൂഅൻ ഫി സ്വലാത്ത് قال عبد الله بن الشخير رأيت النبي صلى الله عليه وسلم يصلي وفي صدره عزيز كعزيز الرحى من البقاء. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കേട്ടാർ, ദുനിയാവിൽ വെച്ചിട്ട് നിസ്കാരത്തിൽ പേടിച്ചു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ശഖീർ ചൊല്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോ ഈ കായറക്കട കല്ലിങ്ങനെ അരച്ചോണ്ടിരിക്കുമ്പോ ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൽബ് നെഞ്ഞിങ്ങനെ ഞറായിട്ട് അത്രയും പേടിച്ചോണ്ടിട്ട് ലാ യുസ്മിഉൻ നാസ മിനൽ ബുകായി. നബി തങ്ങൾ നിസ്കരിക്കുമ്പോൾ ചിലപ്പോ ആ നിസ്കാരത്തെ തക്ബീറും ഖുർആൻ ഓത്തും പിറകെ തനിക്ക് കേട്ടോ എന്നിട്ടില്ല. ബുൽപ്പ് കൊണ്ട് നബി തങ്ങൾ ബുൽപ്പിട്ടുകൊണ്ട് ആറ് അല്ലാഹുവിന്റെ ഹബീബ് പുന്നാര പൂവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മാതൃക. താഹിറും മുതഹ്ഹറായ എല്ലാ നിലക്കും കാമിലും മുക്കമ്മലായ അല്ലാഹുവിന്റെ ഹബീബ് അത്രയും പേടിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ സാമാന്യ മനുഷ്യന്മാരത്ര പേടിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ചൊന്നുകൊണ്ട് തന്നെ നാലുക കുറഞ്ഞത് 100 സുജൂദ് ടാർഗറ്റ് 22 സുജൂദ്. എത്രല് 22 റക്അത്ത് സുന്നത്ത് നിസ്കാര റവാത്തിബ് 5 വക്ത് നിസ്കാരത്തെ മുതലും പിറവായി 22 പിന്നെ വിത്ർ നിസ്കരിക്കണം. അത് വലിയ സുലാബത്ത്. ഇശാ നിസ്കരിച്ചാൽ പിന്നെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അയൽ പിന്നെ സുബഹി ബാങ്ക് മുതലായിട്ട് അതല്ലേ 3 റക്അത്ത് യാറാങ്കിൽ 3 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അപ്പോൾ 3 റക്അത്ത് വിത്ർ നിസ്കാരം നിസ്കരിച്ചെങ്കിൽ 25 റക്അത്തായിട്ട് അതിൽ പിന്നെ എന്താക്കണോ ഫർദ് നിസ്കാരമുണ്ട് 7 റക്അത്ത്. 5 വക്ത് നിസ്കാരം സുബഹിക്ക് 2 ളുഹർ 4 അങ്ങനെ വെട്ടി 7 റക്അത്തല്ലേ. അത് കൂട്ടും 25 7 എത്രയായിട്ട്. അത് പിന്നെ ഒരു സുബഹിക്ക് എണിച്ചിട്ട് വേഗം എണിച്ചിട്ട് ഒരു 4 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കാരം ബാങ്കിക്ക് മുന്നോൾ 2 ഗಂಟೆ ജാവ് ഗണിക്കൊണ്ടില്ല. ഞങ്ങേതായിട്ട് സുബഹി ബാങ്ക് ഗണിക്കണങ്ങല്ലേ 5 ഗಂಟೆ ബാങ്ക് അവിടെ. ഇപ്പൊ എത്ര ഗಂಟೆ അവിടെ അല്ലാഹു എത്ര ഗಂಟೆ ബാങ്ക് അവിടെ സുബഹിക്ക്? സൗദി മക്ക മദീന കൂടെ കൊണ്ടു ഹജാർ മക്കത്തങ്ങ സൗദി രംഗങ്ങളുടെ ഉടമുള്ള എത്ര ഗಂಟೆ ബാങ്ക് സൗദിയുള്ള കൂടെ 52. ഒരു 4:15 ഗണിച്ചെങ്കിൽ ഒരു ജണ്ട ഒരു 4 റക്അത്ത് 4 റക്അത്ത് അതൊക്കെ തഹജ്ജുദ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കഴിഞ്ഞുപോയ ഒരേ ഒരു നല്ല മുഅ്മിനും വിടാത്ത നിസ്കാരത്. കഴിഞ്ഞുപോയ നല്ല കൂട്ടക്കാരാണ് ദാറുല്ലാറ സ്വാലിഹീങ്ങൾ ആരിഫീങ്ങൾ ഔലിയാക്കന്മാർ മഹാന്മാർ എല്ലാ നല്ല കൂട്ടക്കാരും സ്വഹാബത്തിൽ കിറാമിൽപ്പെട്ട 90 സ്വഹാബികം എല്ലാവരും കൂടി നിസ്കരിച്ചൊരു തഹജ്ജുദ് നിസ്കാരം ഒരു 4 റക്അത്തെങ്കിലും ആദത്താക്കൂടെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബാങ്കിക്ക് മുന്നലായിട്ട് അതൊക്കെ വലിയ ആണക്കുതിരൊന്നുമില്ല. നാ തഹജ്ജുദ് നിസ്കരിക്കലാണ് ചെന്ന് കൈകെട്ടി നിസ്കരിക്കുക. ഒരു 2 റക്അത്ത് സലാം വീട്ട പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നെ 2 കയ്യും വാറ്റി ദുആർന്നെങ്കിൽ അല്ലാഹു തആല ആ ദുആ ഒരിക്കലും തട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുല്ലേ, ദുബുറ കുല്ലി സ്വലാത്ത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ അല്ലാഹു തആല ഖബൂൽ ചെയ്യും. അതേപോലെ ജൗഫുൽ ലൈൽ ജാമന്ത പാദരജാവ് ഗഞ്ചിട്ട് ജാമന്ത ഉള്ളുൽ ദുആ കിടന്ന ദുആ അല്ലാഹു തആല തട്ടല്ല.
ഏത് വിഷയം വേണം നിങ്ങൾക്ക്? ഡ്യൂട്ടിയുടെ വിഷയത്തില, കുടുംബത്തെ വിഷയത്തില, പെണ്ണുമക്കളുടെ വിഷയത്തില, ആൺമക്കള, സാമ്പത്തികമായ കച്ചവടത്തെ വിഷയത്തില, ഏത് വിഷയത്തിലെങ്കിൽ അള്ളാഹുരോട്ട് നിങ്ങൾ പാദരജാവ് കേട്ടെങ്കിൽ, തഹജ്ജുദ് കഴിഞ്ഞ് കേട്ടെങ്കിൽ അള്ളാഹു ഉത്തരം ചെയ്താ. അപ്പൊ അതുകൊണ്ട് അതും 2 റക്അത്ത് 4 റക്അത്ത് അപ്പൊ 4ഉം അങ്ങനെ. പിന്നെ സുബഹിക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് അതിൽ പിന്നെ ഒരു 8 ഗಂಟೆಗೆ പുറത്താകുമ്പോൾ ലുഹാ ടൈം നിസ്കരിക്കില്ല. ഞങ്ങളെ പണ്ടത്തെ ഹിരിയങ്ങളിൽ ഇപ്പൊ നിസ്കരിക്കണം. ലുഹാ നിസ്കാരം സുബഹിക്ക് ഡ്യൂട്ടി ഭർത്താവുമ്പോൾ നേരെല്ലാം ഒഴിച്ചിട്ട് ഒരു അരഗಂಟೆയിൽ പിന്നെ ഒരു 7 ഗಂಟೆಗೆ ഒരു 8 ഗಂಟೆಗೆ ഒരു 9 ഗಂಟೆಗೆ ലുഹർക്ക് മുതലായിട്ട് ഒരു 4 റക്അത്ത് ലുഹാ നിസ്കാരം വലിയ വിഷയം. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ മരണത്തോടെ ലുഹാ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ലാണ്ടായിട്ട് ഇവിടെ ചരിത്രം ചൊല്ലോ. അത്രയും വലിയ പ്രധാനപ്പെട്ട നിസ്കാരത് വിശദമായിട്ട് ആയത്തും ഹദീസും അതോ ടൈമില്ല. അപ്പൊ ഇതും കൂടെങ്കിൽ ഒട്ടിക്ക് എത്രയത്ത് 50 റക്അത്ത് നിസ്കാരത്ത് കണക്കുണ്ടല്ലേ ഇവിടുത്തെ 50 റക്അത്ത് നിസ്കാര. 50 റക്അത്ത് നിസ്കരിക്കുമ്പോ സുജൂദ് 100 ആവുള്ളൂ. ഇത് പതിവാക്കുക നമുക്ക് സാധ്യമെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു വർഷം അങ്ങ് ജീവിക്കുമ്പോ 36,000-ഓളം ബന്റെ സുജൂദ് ഒരു 10 വർഷം അല്ലാഹു തആല നമുക്ക് ആയുസ് തന്നെങ്കിൽ ലക്ഷക്കണക്കിനുള്ള സുജൂദായിട്ട് ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ അല്ലാഹു ഞങ്ങളെ ഖബറിൽ ശിക്ഷിക്കല്ല കണ്ടിത്ത. അതാദത്താക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ധാരാളം നന്മകൾ ചെയ്യണം. നന്മയുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് നിസ്കാരം പോലെയുള്ള അമലുകൾ. എല്ലാ ഐറ്റംസും നിങ്ങൾ കഴിയണം. ഞങ്ങിപ്പ മട്ടൻ തിന്നറ, എല്ലാ നമ്മത്തെ ബിരിയാണി, പിന്നെ മന്തിയ, എല്ലാ നമ്മത്തും ഞങ്ങൾ തിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇബാദത്തും എല്ലാ ടേസ്റ്റ് അയൽ ബലി നിസ്കാരക്കാര ബാവ എൽ ബലി ബലി അയൽ തഹജ്ജുദ് കൂടില്ല നിൽക്കേണ്ട സങ്കടമാണ്. നീ തുടങ്ങി അയാൾക്കും നമുക്കല്ല ഒരേ പോലെ സ്വർഗം അല്ലാഹു തആല വെച്ച് അയാളെ വെച്ച് നീ ചെയ്യാം. ഞങ്ങൾ ഇബാദത്ത് കൊണ്ട് മുൻകടക്കണം. അപ്പൊ ധാരാളം നിസ്കരിക്കുന്ന ആൾമാർതാണ് സുജൂദ് ഖൗഫും ഭയഭക്തിയും നിസ്കാരത്തിൽ നമുക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ പിന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ലോക പ്രസിദ്ധനായ ഗ്രന്ഥമുണ്ടാക്കിയ മഹാൻ. ആ മഹാനവറുകൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾ കഞ്ചുകാര കുത്തിത്തിയുള്ളൂ. നിസ്കാരത്തിലുണ്ട് അത്യന്ത കഠിനമായ നൊമ്പൽ കുത്തുകടച്ചിലുണ്ടാവുടങ്ങാത്ത ധാരാളം പൂണേൽ പാട്ട് കുത്തി പന്തില്ല. നിസ്കാരത്തിൽ സുജൂദിനെ തലവേർത്തില്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആൽമാറല്ല കൂടിയാറപ്പിക്കൽ ഒന്നുറൂക്കം ആദാനി നോക്കുറു നിങ്ങ നന്റെ 800 എത്ര വാട്ടല്ലക്ക് ഉപ്പതറാക്കിത്ത് സുബ്ഹാനല്ലാഹ് ഔടോടെ കടഞ്ഞു വെച്ചിട്ട് വലിയ 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 പൊക്കള വന്നിട്ട് വല്ലാത്ത കടച്ചല് എന്നിട്ട് ചിരിച്ചിട്ട് കേക്കിട് എത്ര പാട്ട അയാളിനൊക്കെ ഉപ്പതറാക്കിത്ത് ആസാമി കഞ്ചുകാരൻ. കാരണം നിസ്കാരത്തിലോ ഭയങ്കര ടേസ്റ്റ്. അത് ഇബാദത്തിലെ ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. അയാള് നിസ്കരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ശബ്ദ ആ പല്ലിത മതിലെ ആ ശബ്ദം കൊണ്ട് പരിസരത്തിലുള്ള ആൾമാരല്ല പേടിച്ചു പാരി യന്ത്രമാർ ഭൂകമ്പം സംഭവിച്ചിട്ട് ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു തങ്ങൾ നിസ്കാരത്തെ കൈവിടാണ്ട് നിസ്കാരത്തിലേ ഉണ്ട്. മൽതഫത യമീനം വലാ ശിമാലാ അലി ഇടത്ത് ബലത്ത് തിരിഞ്ഞു നോക്കാണ്ട് അതേ നിസ്കാരത്തിൽ ഏകാഗ്രത്തിൽ ആ ടേസ്റ്റിലെ ആളുണ്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചൊന്നോണ്ട് പണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലായ പടച്ചവൻ, ആ പടച്ചവന്റെ എപ്പം നമുക്ക് ടേസ്റ്റ് വേണോ ഇബാദത്ത്, അത് ഏറ്റവും വലിയ ടേസ്റ്റ് വലിയൊരു മാധ്യമമായിട്ട് നിസ്കാര.
അതേ കൂട്ടത്തിൽ അയത്ര അനാവശ്യമായ കേട്ടുപാടുന്ന കൂടണം. 10 വേണല്ലേ, ഏത് ഷുഗർ രോഗും BP രോഗും മറന്നെടുത്താൽ ചില 10 ചൊല്ല 10 എടുക്കണോ. ഹറാമായ കാര്യത്തെ അയത്ര വിട്ടു നിൽക്കണോ, വേണ്ടാത്തരങ്ങളെ വിടണോ, അനാവശ്യങ്ങളെ വിട്ടു നിൽക്കുക. ക്ലിയർ ആയിട്ട് സ്വച്ഛമായിട്ട് ക്രിമിനൽ ആവാണ്ട് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തൊരു ഗുംപിന്ത് അങ്ങോട്ട് കേട്ട് നിങ്ങൾക്കൊരു കൊറിയ വിഷയം ചൊന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കൂ റെഡിയുള്ള ആളാണ്. അപ്പ നോക്കിക്കൊണ്ടുള്ള മുഖമുഖ എന്തേ നീ മുണ്ടില്ല, ഞാൻ നിങ്ങൾക്കൊരു 5-6 കാര്യം ചൊന്നുണ്ടെങ്കിൽ ആരെങ്കിലും സ്വീകരിക്കടാറാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നു, ഞാൻ സ്വീകരിക്കൂ റെഡിയില്ല. ഫഅദ്ദ ഖംസ, 5 കാര്യം ചൊന്നു കൊടുത്തിട്ടു, ഇത് നിങ്ങൾ സ്വീകരിക്കൂ. ഞാൻ സ്വീകരിക്കണേ. സ്വഹാബത്തും പിന്താങ്ങിയാറ് ഞങ്ങൾ സ്വീകരിക്കണ നബിയേ. അപ്പ ചൊന്ത് ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ് വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ് വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക ഇലാ ആഖിറിൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി ചൊന്ന ഹറാമായ എല്ലാ കാര്യത്തെ വിടണം. ചില നിസ്കാര നോമ്പലുണ്ട്, തഹജ്ജുദുണ്ട്, വർഷത്തും ഉംറത്തും പോണ്ട, ഏടല് കുറെ 3 കാസര പണി എല്ലാവരും പെണ്ണുങ്ങൾ സംബന്ധം അല്ല. ചിലപ്പോൾ ഇട്ടോളുടെ പുതിയൊരു സ്വത്തുണ്ട്, ബർക്കത്ത് ഇതിൽ ഇട്ടോളുടെ വീട്ട് ഇങ്ങനത്തെ അല്ലെ ചില പെദമുജുണ്ട്, ഒരു ഹൽക്കാഗിരി, ഫിത്തന ഫസാദ്, ഗുംപുകാരിക്ക എന്തെങ്കിലും സമസ്യ ആക്കിയുണ്ട് സുഖാവ് കൂടല്ല. അതാവല്ല നിസ്കരിച്ച ഭർത്തക്ക്, താടി വെച്ച ഭർത്തക്ക്, തൊപ്പി പഠിച്ച് മുത്തുമുമിനാവണം. മുത്തുമുമിനെ അതല്ല, മുത്തുമുമിനല്ല ഈ മുമിന്, ഇത് മുനാഫിക്കുടെ പണി. അതല്ല, ഹറാമായ കാര്യത്തെ വിടണോ. സ്വഭാവം നല്ല, ഏറ്റവും നല്ല സ്വഭാവമാണ്. ഒരാൾ സുഹാബി നബിതങ്ങൾ മുട്ടവന്ന് കേടുത്ത്, നബിയെ അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിന് ചൊല്ലല്ല നബിയെ ഏറ്റവും ക്വാളിറ്റി ഉള്ള മുഅ്മിനാറ്. ബിയാരില് ക്വാളിറ്റി ബിയാരിയാറ്, നല്ല ബിയാരിയാറ്, നല്ല ക്വാളിറ്റി, നമ്പർ 1 ക്വാളിറ്റി മുഅ്മിനാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, അഹ്സനുഹും ഖുലുഖാ, സൽഗുണ സമ്പന്നനായ ഏറ്റവും നല്ല മെച്ചപ്പെട്ട സ്വഭാവത്തിന്റെ വടയനാണ് ഏറ്റവും നല്ല മുഅ്മിൻ. അർത്ഥം എനിക്ക് മനുഷ്യന്മാരോട് പെരുമാറോ തെരിയണോ. എന്റെ എല്ലാ സമസ്യയുടെ പിറകത്ത് അതല്ല ഉള്ളേ. നരകരല് കുടുംബത്തൊൽക, മാപ്പിളപ്പിഞ്ഞെടുത്തല്, ഔത്രൊൽക, സമസ്യങ്ങ 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 തീരില്ല. പെഞ്ഞിലോട്ട് പലക്ക് വരെ തരില്ല, മാപ്പിളിലോട്ട് പെരുമാറോ തരില്ല, ഇലമുത്തമാരോട് പെരുമാറോ തരില്ല. നരകരണങ്ങളുടെ നായും പൂച്ച പോലെ ഔത്രൊൽ കുടുംബത്തൊൽക കച്ചടപട്ടിയായിട്ട് ജീവിക്കടേ. ക്വാളിറ്റി ഉള്ള എല്ലാ കാതു കൊടുക്കറു, ക്വാളിറ്റി ഉള്ള നല്ല മുഅ്മിൻ ആവണ്ടേ, നക്കലി ആവണം. ഒറിജിനൽ മുഅ്മിൻ ആവണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹസന ഖുലുഖുഹു, ഖുലുഖുൽ ഹസൻ, മെച്ചപ്പെട്ട സ്വഭാവം വേണം, നല്ല പെരുമാറുക തീരിയണം. നല്ല പെരുമാറുക എങ്ങനെ, നല്ല പെരുമാറുക എങ്ങനെ കണ്ടോണം. മുഖത്ത് വെച്ചിരിക്കണം, ബലത്തെ ചിരിക്കാൻ, ഒരു ഗ്ലാസ് ചാവടി പാട്ടറമാ, ഏത് നല്ല സ്വഭാവ, നല്ല തക്കരിക്കണം, നല്ല കാണെ വന്നത്, നല്ല 8 മീറ്റർ താവത്താക്കണമാ. ബദറുൽ മഅറൂഫ്, ആയത്ര നല്ലതിരെ മനുഷ്യന്മാർ വിതരണാക്കണം. കഫുൽ അദാ അനിന്നാസ്, മനുഷ്യന്മാർക്ക് തൊന്തരാവാത്ത പോലെ മനുഷ്യന്മാർ സംരക്ഷണ കൊടുക്കണം. എവിടെ മനുഷ്യന്മാർക്ക് തൊന്തര കൊടുക്കൂ തീരാ കേട്ടല്ലേ, ആൾമാർക്ക് തൊന്തരാവാത്ത പോലെ സൂക്ഷിക്കണോ. നിരക്കേരള ഒരു ഗുംപായിട്ട് ജീവിക്കുമ്പോ നിന്റെ ഔത്ര തന്നെ എവിടെ പോണ് ഗലീജ് അപ്പറെ പറഞ്ഞു നോക്കിട്ട് നിന്റെ കാട്ടെടുത്ത് അപ്പുറത്തിടേ. കാട്ടത്ത് കൊമ്പോണ്ട് മുനിസിപ്പാലിറ്റി ആര് വന്നിട്ടില്ല, അപ്പറെ പറഞ്ഞില്ല, പിന്നീട്ട് ഇന്നറക്കം പോണ്ടും പറ്റൂല. ഈമാന്റെ നിന്റെ കൽബുലിന് ഏറ്റവും ചെറിയ ഈമാനെന്തരെ, കച്ചട പട്ടിങ്ങ, മുള്ളു, കള്ള്, കുപ്പിരോടുണ്ടെങ്കിൽ എടുത്തിട്ട് നീക്കിട്ട് മനുഷ്യന്മാർ റോഡ് ക്ലിയർ ആക്കണതിന്റെ ഈമാനൊന്നല്ലേ. അതേ സമയത്ത് മനുഷ്യന്മാരെ തൊട്ട് ഇടങ്ങേറാവാണ്ട് നീ സൂക്ഷ്മത പാലിക്കുന്നത് ഈമാന്റെ ഭാഗ, സൽസ്വഭാവത്തെ ഭാഗാണ്ട്. റസൂലുള്ളാഹി ഇഹ്തിമാലുൽ അദാ, ബുദ്ധിമുട്ടുകളെ സഹിക്കണോ. ഏത് ബുദ്ധിമുട്ട് വനെ സഹിക്കണോ, സബൂറില്ലാണ്ടായി പോത്തീറ. പിന്നെ
ഇസ്ലാഹു ബൈനന്നാസ്, മനുഷ്യന്മാരുടെ സമാപനം, സന്താനക്കാർദിയാവണം. അങ്ങനെ പിടിപാടിയിട്ടല്ല. അങ്ങനെ അപ്പുറത്തെ പോയിട്ട് ഇപ്പുറത്തൊന്ന് പലക്ക വരെ, ഇപ്പുറത്ത് ഫോണിൽ പലക്ക, മൊബൈലല്ലേ ഇപ്പൊ മെസ്സേജ് കടത്തിട്ട് ആ കള്ള മെസ്സേജ് എന്തിനെ ഫോർവേഡ് ആക്കണേ എന്നർത്ഥവും ഫലീഹത്താക്കണത് എത്ര ജീമല്ല പോയിത്തൂടെ അല്ലേ? അപ്പൊ പ്രചാരത്തെ മനുഷ്യന്മാരുടെ ജീമ പോയില്ലേ? ഈ പണി കന്തിരി പണിത്, ഇത് പച്ച മുനാഫിയുടെ പണി. ഇസ്ലാമുടെ ക്വാളിറ്റി ഉള്ള മുസ്ലിമുടെ പണി എന്തിന്? ഇസ്ലാഹു ബൈനന്നാസ്, മനുഷ്യ ഹൃദയങ്ങളെ ഒന്നാക്കോ നോക്കാൻ തീരെ ഇനി ആ പണിയുടെ ഇലമൂത്തമാരുടെ കുടുംബത്തേടല്, നരകരല്, ഫ്രണ്ട് സർക്കിളില്, ഫാമിലി സർക്കിളില് സന്താനക്കാരായിട്ട് നീ നിൽക്കണം. ആ സന്താനമേ ഖൈർ. അതിലാണ് അപ്പുറത്തെ ഷർറില്ല, ഖൈറില്ല പേര്. അതിലാണ് അപ്പുറത്തെ ഷർറ്. എത്ര ആൾമാർ കുടുംബ ബെടക്കായി, എത്ര ആൾമാർ സമസ്യങ്ങ, എത്ര പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന ഫിത്തരങ്ങ, ഫസാദങ്ങ, കുടുംബത്തൊലുക വടയുടെ പച്ചിഞ്ചുമാരെടല്, സാടുമാരെടല്, ഇലമൂത്തമാരെടല്, ഒരു മാമി മർമ്മോലെടല് പാടില്ല. ഇസ്ലാഹു ബൈനന്നാസ്, മനുഷ്യരുടെ ഖൽബിടെ ഒന്നാക്കുള്ള പണിഞ്ഞെടുക്കും. പിന്നെ ഇത് സ്വൽസ്വഭാവ ഖലീലുൽ കലാം, എപ്പം പലക്ക കുറിയണോ, ನುಡಿದರೆ ಮುತ್ತಿನ ಹಾರದಂತಿರಬೇಕು, ನುಡಿದರೆ ಸ್ಫಟಿಕದ ಸಲಾಕಿಯಂತಿರಬೇಕು, ನುಡಿದರೆ ಮಾಣಿಕ್ಯದ ದೀಪ್ತಿಯಂತಿರಬೇಕು, ನುಡಿದರೆ ಶಿವ ಮೆಚ್ಚಿ ಅಹುದಹುದನಬೇಕು. എന്തെങ്കിലും ബഗിളല്ല, പലക്ക പറഞ്ഞ് മുത്ത് പോലത്തെ പലക്ക മാത്ര, അഗത്യത്തെ പലക്ക മാത്ര പലക്ക പറ, എന്തെങ്കിലും ബഗിളല്ല, നൊടിയിടല്ല, മനുഷ്യർ നമ്പലാക്കട പലക്കല്ല. ആയത്തര പലക്ക കുറുടിയാക്കണു സ്വൽസ്വഭാവ. കസീറുൽ അമൽ, ധാരാളം നന്മ നിന്റെ ഒട്ട വേണോ. നന്മ കൊണ്ടുണ്ടല്ലേ സ്കാര മാത്രം ധാരാളം നന്മ ചെയ്യണോ. ഫ്രണ്ട് സർക്കിളിനെ വിളിച്ചിട്ട് ദാവത്താക്കണോ, നരകരങ്ങളെ വിളിച്ച് ദാവത്താക്കണോ. കുടുംബ കുഞ്ഞപ്പമാര്, ബാപ്പമാര്, കാക്കന്മാര്, മാമിമാര്, ഉമ്മയുടെ കുടുംബ, ബാപ്പയുടെ കുടുംബ, പൊതുവറ കുടുംബ, അങ്ങായിട്ടുള്ള സംബന്ധ സമ്പർക്കം നല്ല വെച്ചോ. ഈ നിലക്കുള്ള എല്ലാ നിലക്കുള്ള സംബന്ധവും സമ്പർക്കം വെക്കണു. ഏറ്റവും വലിയ ഗുണവാളനാകണം നീ, വലിയ ഗുണം ചെയ്തവിടാവണോ. സ്വാബിറൻ അലിഹ, എപ്പം സബൂറുള്ള നീ ശാന്തി ദൂതവണു. ഗടിബിടി സുബ്രായ നീ ഔകുത്തീറ, എപ്പം സമാധാനത്താവണം. ഹലീമൻ, സമാധാന, റഫീഖൻ, സൗമ്യമുള്ള സോഫ്റ്റായ ആളാവണം. കടക്ക് സ്ട്രോങ് അത് വേണ്ട. ഷഫീഖൻ, വലിയ കരുണയുള്ള ആളാവണം. ലാ ലആനൻ, ലാനത്ത് ചെയ്ത ആൾ നീ നാവോതിറ. ഇപ്പൊ ലാനത്തുള്ള കുറുടിയല്ലേ ഇപ്പ. കൊല സബ്ബാബൻ, പേദമ്പു ചൊല്ല, അതിര മോനെ, ഇതിര മോനെ, പൂച്ചര മോനെ, എലിര മോനെ, ഇതെല്ലാം ചൊല്ലു. ولا نمام ولا عجولا غديبيا وتيرا ولا بخيلا بخيلا وتيرا حسودا وتيرا يزرع الابتسامه في وجوه الاخرين. ലാസ്റ്റ് ചൊല്ലു, നല്ല സ്വഭാവം നിങ്ങൾ ബാക്കിടങ്ങളോ മോത്തുലു പൊഞ്ചിരിക്കുന്ന ഈ കാരണമാവും. നിന്റെ പലക്കത്തില്, നിന്റെ ഉടനാട്ടത്തില്, നിന്റെ പെരുമാറത്തില് ബാക്കിടാൽമാരുടെ മനസ്സ് ഖുഷിയാവുടങ്ങത്തെ ഒരു പൊഞ്ചിരിക്കിടങ്ങത്തെ ഒരു വാതാവരണം ഉണ്ടാക്കണം. هذا من صفات الأنبياء. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ സിഫത്തായിട്ട് കിടത് ഈ സിഫത്താവണോ നമുക്ക്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള മുഅ്മിനിങ് അവിടെ. അപ്പൊ മുഅ്മിനിൽ വെച്ച് ക്വാളിറ്റി ഉള്ള മുഅ്മിൻ സ്വഭാവം, അതുപോലെ സ്വഭാവം കൊണ്ട് മികച്ചു നിൽക്കണം. നങ്ങ ഇബാദത്ത് കൊണ്ടും മികച്ചു നിൽക്കണം. നങ്ങ വ്യവഹാരത്തിൽ ഭാര്യ സൂക്ഷ്മത പാലിക്കണം. നങ്ങ അതുപോലെ നന്മയുടെ വാഹകരായിട്ട് നങ്ങ വേണോ. ആയത്ര നിസ്കാരത്തിൽ ഭയഭക്തി പറകൂ, ദീനിയായ ബോധയാറോ ഉണ്ടാകുവാനായിട്ട് നിസ്കാരത്തെ ഓരോരോ അമാലുടെയും പഠിക്കണോ. ഖുർആൻ ആയത്ര പഠിക്കുള്ള ശ്രമം നടക്കണോ. നിസ്കാരത്തെ തഹിയ്യാത്തിന് ഓരോരോ അർത്ഥവും പഠിച്ചിട്ട്, നിസ്കാരത്തെ തസ്ബീഹും ബാക്കിയുടെ ഓരോരോ വിഷയത്തെ അർത്ഥമെല്ലാം പഠിച്ചിട്ട് നിസ്കാരത്തിൽ ഏകാഗ്രത വരുമ്പോ എന്താവടോ, ഖൽബ് കൊണ്ട് നിസ്കാരമാവണം. ഇല്ലെങ്കിൽ തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. എത്ര നിസ്കാരത്താൽ നിസ്കരിക്കട ഖൽബില്ല, മനസ്സ് കൊടുക്കാരും നാട്ടക്ക സുജൂദ് മുന്നേ പൽറ്റടിച്ച പോയ ആ നിസ്കാരം കൊണ്ട് ശിക്ഷക്ക് അർഹാവുടാ. അല്ലാഹു ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കട്ടെ.
ഖൽബ് കൊടുത്തിട്ട് നിസ്കരിക്കുള്ള തൗഫീഖും ഭാഗ്യവും അല്ലാഹു നമുക്ക് തരട്ടെ. ധാരാളം ജീവിതത്തിൽ നന്മ വാരിക്കൂട്ടുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല സൽസ്വഭാവികളായിട്ട് മുത്തുമീവിങ്ങളായിട്ട് ജീവിച്ചിട്ട് അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിക്കുള്ള എല്ലാ തൗഫീഖും ഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ നേരെ കൊറിയായിട്ട് ദക്ഷിണാൽമാർക്ക് ചുമ്മനാറ ദച്ചാറ് തുടങ്ങിയിട്ട് 12 ഗಂಟೆ ഇത്ത് മനുഷ്യന്മാരെ കണ്ണുപൊട്ടുകൊണ്ടുള്ളാറ്. ഇൻഷാ അല്ലാഹ് നാളെ സാഫി സഖാബിലെ ഖുർആൻ വ്യാഖ്യാനകാരൻ മുണ്ടമ്പറം സാഫി സബിലെ ഖുർആന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നല്ല വാളുണ്ട്. ബേഗ ബറും കുറെ നേതാക്കന്മാർ ഹമീദ ജണ്ട് ഹമീദ വന്നു. ജുബൈൽ RMX